സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. അതെ, നിന്നെ നീ ഇതങ്ങോട്ട് തള്ളിക്കയറി വരുന്നേ? അല്ല, നീ എന്താ ഇവിടെ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതെന്താടാ ചൈതു മോനെ അങ്ങനൊരു ക്വസ്റ്റ്യൻ? ഇനി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കെൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വരാൻ പറ്റത്തുള്ളൂ എന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് വരാൻ തോന്നി വന്നു. ഋഷി എനിക്ക് കാണാൻ തോന്നി. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ഋഷി ഫോൺ എടുത്തായിരുന്നു. അന്നേരം വരട്ടേന്ന് ചോദിച്ചപ്പോൾ നീ വരുവാണെങ്കിൽ വാടിയെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ല, അപ്പം തന്നെ ഫ്ലൈറ്റിൽ കയറി ഇങ്ങെത്തി. അല്ല, ഋഷി എവിടെ? ഫ്യൂച്ചർ ഹസ്ബൻഡോ? അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഫ്യൂച്ചർ ഹസ്ബൻഡാണെന്ന്? അതിന് വേറെ കുറച്ച് പേരും കൂടി ഇവിടെ തീരുമാനിക്കണം. ഇനി ആരാ തീരുമാനിക്കുള്ളത്? ഓ ഫൈൻ, നീയാണോ? നിന്റെ തീരുമാനത്തിനോട് പ്രസക്തിയില്ല. പിന്നെ അങ്കിളാണെങ്കിൽ അങ്കിളിനോട് ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്കിളിന് വിരോധമൊന്നുമില്ല, എനിക്ക് ചെറുതായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഋഷിയും ഞാനും കൂടി ഒരുമിച്ചത് പ്രസൻറ്റ് ചെയ്യാനാണ് തീരുമാനം. കാരണം ഒരു കണക്കെടുപ്പ് വെച്ച് നോക്കുമ്പോൾ അവനല്ലേ ഇവിടുത്തെ മൂത്ത കുട്ടി. അതുകൊണ്ട് തന്നെ അവനെ വെറുതെ ഇങ്ങനെ നിർത്താൻ എന്തായാലും എനിക്കും താല്പര്യമില്ല, അങ്കിളിനും താല്പര്യമില്ല, പിന്നെ എൻ്റെ പേരൻസിനും താല്പര്യമില്ല. ഫിനാൻഷ്യലി അവൻ സെറ്റിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഒരാളെന്തിനാ, ഞാൻ തന്നെ കത്തുള്ളപ്പോൾ. അപ്പോൾ ഞങ്ങൾ എന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും നിൻ്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. രക്ഷിക്കാൻ ഇഷ്ടമുള്ള സ്ഥിതിക്ക് ഓഫ് കോഴ്സ് ഞങ്ങൾ കല്യാണം കഴിക്കും. മാറി നിൽക്കണം ചക്ക. അല്ല കുഷ്, ഇതിപ്പോൾ പണി കൊടുക്കാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് പണി കിട്ടിയ അവസ്ഥയാണല്ലോ ദൈവമേ. ഇനി തലവതേനെ ഞാൻ സഹിക്കണമല്ലോ. ഇത് മനഃപൂർവ്വം ആവാൻ വഴിയില്ല. മനഃപൂർവ്വമാണെങ്കിൽ പോലും അവൻ ഈ തലവേദന ഇവിടെ വിളിച്ചു വരത്തില്ല. എന്നാലും അവനെന്താ കുഴപ്പം? ഞാനല്ലേ ഇനി ഇതിൻ്റെ ഇളക്കവും അവൻ്റെ കൂടെ ഉള്ള ഒരച്ചിലും പിരിച്ചിലും ഒക്കെ കാണേണ്ടത്. പണിയെടുത്ത് എനിക്ക് ഉണ്ടാക്കി പണി കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ദൈവമേ. ഞാനിതെങ്ങനെ സഹിക്കും? ബാക്കി ആ കുട്ടികളുടെ കൊണ്ടുവന്ന് എൻ്റെ പേപ്പേഴ്സ് ഒക്കെ റെഡി ആക്കിയില്ലേ പാർവതി? ഇനി വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ? ഇല്ലെങ്കിൽ പിന്നെ ഫണ്ട് സാക്ഷൻ ആക്കാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തോ? അല്ല, പൂർണ്ണ മൊബിലിറ്റീസിൽ ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇളയ മോൻ ഞങ്ങളുടെ അടുത്തുണ്ട്, അവനെ കൊണ്ട് നമുക്ക് സൈൻ ചെയ്യിപ്പിക്കാം. അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നില്ല സാർ. ത്രിലോക് സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓൺ ദ വേ എന്നാണ് പറഞ്ഞത്.
മേ ബി സാറിപ്പോൾ വരുമായിരിക്കും. ഇതിൻ്റെ ആവശ്യമായിട്ട് തന്നെ വരുന്നത്. അപ്പം പിന്നെ സാറ് തന്നെ അങ്ങ് സൈൻ ചെയ്തോട്ടെ. എന്തായാലും സാർ അവിടെ നിന്ന് വരുന്നതല്ലേ. ഓ, ത്രിലോക് വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. എന്നാൽ അവൻ തന്നെ സൈൻ ചെയ്തോട്ടെ. ഞാൻ വിചാരിച്ചു ഇനി ചിലപ്പോൾ അവർ അറിഞ്ഞില്ല വന്നില്ല എന്നുണ്ടെങ്കിൽ ത്രിലോകിൻ്റെ അനിയൻ തൃശ്ശൂർ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കേടോ, എന്നാൽ നോക്കട്ടെ, ഞങ്ങൾ അപ്പുറത്ത് കാണും. ഫാദർ വരുമ്പോൾ താൻ വന്ന് വിളിച്ചാൽ മതി. ആ സർ, ഷുവർ. സാർ വേണമെങ്കിൽ അകത്തിരിക്കാം. ഫാദർ വരുമ്പോൾ അന്നേരം എളുപ്പമാവുമല്ലോ. അകത്തിരുത്തിയില്ലെങ്കിൽ ഇനി ഫാദർ വരുമ്പോൾ എനിക്കായിരിക്കും ചീത്ത കിട്ടുന്നത്. അത് വേറെ കാര്യം. വേണ്ടടോ, പുറത്തിരിക്കാം. അകത്തിരിക്കുന്നേക്കാളും നല്ലത് പുറത്തിരിക്കുന്നതാണ്. ഇവിടേക്കൊന്ന് കാണാമല്ലോ. ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കണമെന്ന് അപ്പം പ്രത്യേകിച്ച് പറഞ്ഞതാണ്. ഞാനൊന്ന് ഇതൊക്കെ കണ്ടോട്ടെ. ശരി. ഞാൻ കുറേ നേരമല്ല നിന്നോടൊരു 1500 ചോദ്യം ചോദിച്ചു. നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നീ എന്താ ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നോക്കുക. എന്താ, നിന്നെ ആരെങ്കിലും പിടിച്ച് ഉമ്മിച്ചോ? എന്നെ ആരും ഉമ്മിച്ചൊന്നുമില്ല. ഇയാളിതെങ്ങനെ അറിഞ്ഞു? തനിക്ക് എന്താടോ? താൻ പോയേ, ഞാനിവിടെ ഇരുന്നോട്ടെ സമാധാനത്തിൽ. അങ്ങനെ പറയരുത്. നിനക്ക് സമാധാനം തരാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, നിനക്ക് കമ്പനി തരാൻ. അപ്പം ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ കുറച്ച് എൻഗേജ്ഡ് ആവും. അന്നേരം നീ എല്ലാം മറക്കും. അല്ല, നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അപ്പം നിന്നെ ഇക്കാശ് പിടിച്ച് ഉമ്മ വെച്ചെന്ന്? അല്ല, ഞാൻ തമാശ പറഞ്ഞതാ. അയാൾ എന്നെ പിടിച്ച് ഉമ്മ വെച്ചെന്ന് തമാശ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ഓസ്കാർ തരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ബോളിവുഡിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് എന്താണോ? ആരെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ തമാശ പറയോ? അയാളാരും ലോകവും തന്നെ. കിട്ടിയവനറിയാവോ പോയതിൻ്റെ വിഷമം? തനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒന്നൊന്നുമല്ല, ഇത് രണ്ടാ. ഞാനിത് ആരോട് പറയും? ഒന്നൊന്നുമല്ല, രണ്ടാന്നോ? എന്ത് രണ്ടാന്ന്? നീ എന്തൊക്കെയാണാ പറയുന്നേ? എന്താ, അവൻ നിന്നെ വീണ്ടും പിടിച്ചുമ്പിച്ചോ? അല്ല, നീ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് അല്ലായിരുന്നു നേരത്തെ വീട്ടിൽ നിന്ന് ആദ്യം ഉമ്മിച്ച കാര്യം പറഞ്ഞപ്പോൾ. ഇപ്പൊ നീ അവൻ്റെ കൂടെ റൂമിൽ പോയിട്ട് വന്നില്ലേ എന്തോ പറയാനെന്നും പറഞ്ഞുകൊണ്ട് അവൻ നിന്നെ കൊണ്ടുപോയില്ല. അതിനുശേഷം നിന്റെ മൂഡ് ഇത്ര ഓഫായിട്ടിരിക്കുന്നത്. അല്ല, അവൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവൻ നിന്നെ തല്ലിക്കാണോന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ നിന്റെ ഈ ഒരു ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സത്യത്തിൽ എന്താ അതിനകത്ത് നടന്നേ? ഓ, തന്നെ അതിനകത്ത് ഫസ്റ്റ് നൈറ്റ് നടന്ന് താൻ പോണം. ഒരു മനുഷ്യൻ തകർന്നിരിക്കുമ്പോഴാണോടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന വന്ന്? തനിക്കെന്താ ചോദിക്കാനുള്ള? താൻ ചോദിക്ക്, ഞാൻ മറുപടി പറയാം. ഇതൊഴിച്ച്. ഓക്കെ ഓക്കെ, ഫൈൻ. എനിക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാത്തിനും നീ ഉത്തരം പറയേണ്ടി വരും. ഈ വിട്ടിട്ട് ചോദിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കാം. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇക്കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്നുള്ളതാ. എന്നാലും നീ പറഞ്ഞു കേൾക്കാൻ ഒരു താല്പര്യം, അതുകൊണ്ട് ചോദിക്കുക. പിന്നെ നീ എന്ത് കോഴ്സാണ് പഠിക്കുന്നത്? നീ എന്താ ലണ്ടനിൽ പോയി പഠിക്കുന്നത്? നിനക്കവിടെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ വല്ലതും? പിന്നെ നിനക്ക് എത്ര വയസ്സായി? പിന്നെ ഇപ്പം ജീവിക്കുന്ന ലൈഫിൽ നീ ഹാപ്പിയാണോ? പിന്നെ ഈ 31 days എഗ്രിമെൻറ്റ്, ഇത് നിന്റെ സമ്മതപൂർവ്വം തന്നെയാണോ നീ ഇങ്ങോട്ട് വന്നത്? പിന്നെ നിന്റെ ഹോബീസ് എന്താ? നിന്റെ താല്പര്യങ്ങൾ എന്താ? നിന്റെ ഈ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ എന്താ? ഇതൊക്കെ പറ. ആക്ച്വലി ഇതൊക്കെ ഗുഡ് ക്വസ്റ്റ്യൻസാണ്, അതുകൊണ്ട് ഞാൻ റിപ്ലൈ പറയാം. വീട്ടിൽ ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു ഏട്ടനുണ്ട്, പിന്നെ ഏട്ടൻ്റെ ഹസ്ബൻഡുണ്ട്. അവർ ലവ് മാരേജാണ്. ഈ ഏട്ടൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ, ചൈതു, അവനെ പോലെ തന്നെയാണ്. ബിക്കോസ് അവർ രണ്ടുപേരെ ഇരട്ടകളാണ്. ഇഗാഷിൻ്റെ ചേട്ടൻ ആരവ് റായ്ചന്ദ് ചൗധരിയാണ് എൻ്റെ അളിയൻ. പിന്നെ എൻ്റെ ചേട്ടൻ ത്രിലോക് വിഷ്ണുദാസ്. ഭയങ്കര പാവാന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. പുള്ളിക്കാരൻ എന്തെങ്കിലും ഇച്ചിരി മതി കരയാനല്ല, വിഷമിച്ചിരിക്കാനായിട്ട്. പിന്നെ അമ്മ ഭയങ്കര ബോൾഡാണ്. എന്തൊരു സാഹചര്യം വന്നാലും അമ്മയ്ക്ക് ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര കഴിവാണ്. ഭയങ്കര പാവമാണ്, നല്ല ക്യാരക്ടറാണ്. എല്ലാവർക്കും അമ്മയെ കാണുമ്പോൾ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ തോന്നും. പിന്നെ എൻ്റെ അച്ഛൻ പറയാൻ എനിക്കറിയത്തില്ല. എൻ്റെ അച്ഛൻ പാവമാണ്. പിന്നെ എല്ലാ മക്കൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ അച്ഛൻ്റെ ചെറിയ എടുത്തുചാട്ടങ്ങളും. പിന്നെ എന്നെപ്പോലെ അച്ഛന് ഈ കുറച്ച് സംസാരവും ആണ് പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ കാശ് പറയുന്ന എൻ്റെ അച്ഛൻ മൊത്തത്തിൽ പ്രശ്നമാണ്.
ഏതോ ആസ് എ സൺ അച്ഛൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്, ചേട്ടനോട് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുറവ് എൻ്റെ അച്ഛൻ വരുത്തിയിട്ടില്ല. സോ ഞങ്ങളുടെ അച്ഛൻ സൂപ്പർ ഹീറോ തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങൾ അച്ഛൻ്റേതായ കാഴ്ചപ്പാടുകൾ വെച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇതുപോലെ വന്ന് നിൽക്കേണ്ടി വരും. 31 ഡേയ്സ് എഗ്രിമെൻ്റ് ആയിട്ടൊക്കെ. മനസ്സിലായോ? പിന്നെ ഈ എഗ്രിമെൻറ്റിൻ്റെ കാര്യം വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടോന്നല്ലേ ചോദിച്ചത്. വന്നപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. പിന്നെ ആ 2 ദിവസം ഞാനോട്ട് ഓക്കെ അല്ലായിരുന്നല്ല, ഋഷിയേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഭയങ്കര പ്രസൻ്റ് ആയിരുന്നു, ഭയങ്കര ഓക്കെ ആയിരുന്നു, എന്തിനും ഏതിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബട്ട് ഗോഷ് എന്നെ തല്ലിയോണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞേ. പിന്നെ ദേഷ്യമൊക്കെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അയാൾക്ക് ചേരുന്നതാണ് ഈ ദേഷ്യപ്പെടലൊക്കെ. പിന്നെ ഈ തല്ലുന്നതൊക്കെ എനിക്ക് നൊന്തും, അതുകൊണ്ടാണ്. വേദനിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പാവമാണ്, പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കയ്യിലിരിപ്പ് ചെറുതായിട്ട് മോശമാണ്. അതുകൊണ്ട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ ക്യൂരിയോസിറ്റി അത്ഭുതമൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതെന്തെങ്കിലും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. അതെന്തെങ്കിലും റീസൺ കാണും. പിന്നെന്തുവാ, പിന്നെ ചൈൽഡ്ഹുഡിനാണെങ്കിൽ ഞാൻ വന്ന ടൈമിൽ എൻ്റെ അമ്മയെ എന്നെ പറയാത്തൊന്നുമില്ല, എന്നെ പറഞ്ഞതൊക്കെ നീ കേൾക്കണം മുസാനേട്ടാ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ. പക്ഷെ ഇപ്പോൾ ചൈതോട്ടൻ എന്നെ ഒത്തിരി ഇഷ്ടമാണ്. അത് ചൈതോട്ടൻ്റെ ക്യാരക്ടറിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതെന്നെ ഇഗാഷ് എന്ന അത്രയും തല്ലിയോണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ചൈതോട്ടനും ഇപ്പം എന്നെ ഒരുമാതിരി തീവ്രവാദികളെ കാണുന്ന പോലെ കണ്ടേനെ. പിന്നെന്തുവാ, പിന്നെ റോയങ്കിൾ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള പോലെ തന്നെയാണ്, പക്കയാണ്, ഒന്നിനും ഒരു കുറവുമില്ല. ദ പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ ഞാൻ കണ്ടതി വെച്ച്. മേ ബി എൻ്റെ അച്ഛനേക്കാളും ഒരുപാട് ക്ഷമയും ഒരുപാട് ക്വാളിറ്റീസും ഉണ്ട് റോയങ്കിളിന്. പിന്നെ ആരാ, പിന്നെ മുജാനെ ഞാൻ ഇപ്പോഴല്ലേ കാണുന്നത്. മുസുവേട്ടൻ പൊളിയാ, ഇച്ചിരി കോഴിത്തരം ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ പൊളിയാ. പിന്നെ എൻ്റെ സ്റ്റഡീസ്, ഞാനവിടെ ബിസിനസ് മാനേജ്മെൻറ്റ്. പിന്നെ എൻ്റെ വയസ്സ് 22. പിന്നെ ഞാൻ ലണ്ടനിൽ പോയ കാര്യം, അതൊരു വലിയ സ്റ്റോറിയാണ്. അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നിവിടെ നിന്ന് നമ്മളെ വിളിക്കാണ്ട് ഋഷിയേട്ടൻ കാറും എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊന്നും കാർ എടുത്തോണ്ട് പോകത്തില്ല. എന്തായാലും അതിലെന്തോ ഒരു സ്റ്റോറി ഉണ്ടെന്ന് മനസ്സിലായി. അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വേണം തോന്നുന്നത് നിന്റെ ഫേസ് കണ്ടിട്ട്. നീ പറ, ഞാൻ കേട്ടോളടാ, വേറെ ആരോടും പറയത്തൂല്ല. ഇനി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. പറ. ആക്ച്വലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, പറ്റുവാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയാണ്. 2 കൊല്ലമായിട്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസൊക്കെ അവിടെയാണ് ചെയ്തത്, ലണ്ടനിൽ. പിന്നെ ബാക്കിയൊക്കെ ഇവിടെയും. +2 കഴിഞ്ഞ് ഡിഗ്രി അഡ്മിഷൻ ഇവിടെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്ന് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ എടുത്ത ടൈമിലാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെറിയൊരു പാർട്ടി വെച്ചു. അത് ഇവിടെ അടുത്തൊരു പബ്ബിലായിരുന്നു. ഇപ്പം പബ്ബൊക്കെ പോയി കാണും. പക്ഷേ അന്ന് ആ പബ്ബിൽ നിന്ന് എനിക്ക് കുറേ ഇൻഫോർമേഷൻ കിട്ടിയോണ്ട് ഉപകാരപ്പെട്ടായിരുന്നു. അന്നേരം പബ്ബിൽ പോവുകയും പാർട്ടി അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയിൽ എൻ്റെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ അതുണ്ടല്ലോ മുസാനിയേട്ടാ, ഞാൻ നന്നായിട്ടന്ന് കുടിച്ചായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു ലൈഫിൽ, ആദ്യമായിട്ട് കുടിച്ചതാണ്. അപ്പം എനിക്ക് ഈ ബോധമൊന്നും ഇല്ലായിരുന്നേ. ഞാൻ അങ്ങോട്ട് ചെന്ന് ഒരാളെ കിസ് ചെയ്തു മാത്രമല്ല, ആക്ച്വലി മുസാനേട്ടാ എനിക്ക് 22 വയസ്സൊക്കെ ഉള്ളെങ്കിലും ഐ എം നോട്ട് എ വെർജിൻ. അന്ന് പലതും നടന്നായിരുന്നു. ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ കസിൻ സിസ്റ്റർ ശ്രീകുട്ടിക്ക് മാത്രമേ ഇതൊക്കെ അറിയാവൂ. പക്ഷെ ഇതിപ്പം ഏട്ടനോട് പറഞ്ഞ ഏട്ടൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇല്ലെങ്കിൽ ഞാനിത് മുസാനേട്ടനോടും പറയത്തില്ലായിരുന്നു. ഞാൻ ഋഷിയേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല. ഇനി ഋഷിയേട്ടനോട് പറയാണ്ട് ഇത് മുസാനേട്ടനോട് പറഞ്ഞ കാര്യം ഋഷിയേട്ടൻ അറിഞ്ഞാലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. പാവം, വിഷമാവും. ഓക്കെ ഫൈൻ ലീവ് ഇറ്റ്. എല്ലാം കളാം. ഇതിൽ നിനക്കിനി എൻ്റെ ഹെൽപ്പ് എന്താ വേണ്ടേ അത് മാത്രം പറ. ഇത് ഈ 10-22 വയസ്സായ നീ വെർജിൻ അല്ലാന്ന് കേൾക്കുന്നതെന്ന് അത്രയ്ക്ക് അതിശയമുള്ള കാര്യമല്ല.
ഇപ്പം നീ പറയും നീ ലണ്ടനിൽ പഠിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. അല്ല, ഈ നാട്ടിലുള്ളവർ തന്നെ 17 വയസ്സാകുമ്പോഴേ വെർജിനിറ്റി നശിപ്പിച്ചിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ലവ്, ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തിട്ട് ലാസ്റ്റ് തേഞ്ഞു വാരി ആത്മഹത്യ ചെയ്യുക, തൂങ്ങിച്ചാവുക, കയ്യേർക്കുക, അല്ലെങ്കിൽ കുളത്തിൽ ചാടി ചാവുക, ഇല്ലെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് ഡിപ്രഷൻ അടിച്ച് ഇറങ്ങി മൂലയിലിരിക്കുക, അവന്മാർ തേച്ചിട്ട് പോകുമ്പോഴോ അവളുമാർ തേച്ചിട്ട് പോകുമ്പോഴോ. ഇതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നടക്കുന്ന കാര്യങ്ങളെ തന്നെ എന്നും പറഞ്ഞ് ഇതൊക്കെ വലിയ ലാഘവത്തിൽ പറഞ്ഞല്ല കേട്ടോ. ഇതൊക്കെ തിരുത്തേണ്ട സമയമായി. എന്നാലും നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇനി നീ പറ, നിനക്കിതിൽ എൻ്റെ ഹെൽപ്പ് എന്താ വേണ്ടേ? ഹെൽപ്പ് എന്താന്ന് വെച്ചാലേ, ഞാൻ ഇത്രയും വർഷം തല ഉത്തനെ നിന്നിട്ട് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ചെറിയൊരു ലിങ്ക് കിട്ടിയിട്ടാ ഞാൻ വാരിക്കെട്ടി കെട്ടും എടുത്തുകൊണ്ട് ലണ്ടനിൽ പോയത്. ഇതുവരെ ലണ്ടനിൽ നിന്ന് ഒരു തുമ്പും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മുസാനേട്ടന് എന്നെക്കാൾ കമ്പനി ലോകപരിചയമൊക്കെ അല്ലേ. അന്നേരം ഏട്ടൻ വിരിച്ച് ചിലപ്പം പറ്റുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഏട്ടനോട് പറയുന്നത്. ഏട്ടാ, എനിക്ക് അയാളെ കണ്ടുപിടിക്കണം. അന്നാ നൈറ്റ് ഞാനുമായിട്ട് ഫസ്റ്റ് സെറ്റ്സ് അയാളെ, വേറൊന്നിനുമല്ല. ഇപ്പോൾ ഏട്ടൻ വിചാരിക്കും എനിക്ക് അയാളോട് ഇഷ്ടമെന്ന് പറയാനോ അയാളുടെ കൂടെ ജീവിക്കാനോ. ഓഫ് കോഴ്സ് അല്ല. മേ ബി ചിലപ്പോൾ അയാൾ മാരീഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ 2 പിള്ളേർ കാണാം, ഇല്ലെങ്കിൽ അയാൾ വേറെ റിലേഷൻഷിപ്പിലായിരിക്കാം, ഇല്ലെങ്കിൽ അയാൾ ചിലപ്പം എന്നോട് ഞാൻ അയാളാന്ന് പോയി പറയുമ്പോൾ അതിനൊന്നും താല്പര്യമില്ലാത്ത ആളും ആവാം. അതിനൊന്നും അല്ല. എനിക്ക് നല്ല നിശ്ചയമുണ്ട് അന്ന് ഞാൻ ഒറ്റൊരാൾ കാരണം അങ്ങനെ സംഭവിച്ചതെന്ന്. എൻ്റെ ബോധമില്ലാതെ ഞാൻ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ടാണ്. എനിക്ക് അയാളോടൊരു സോറി പറയണം, ഇല്ലെങ്കിൽ ലൈഫ് ലോങ് ഞാൻ റിഗ്രറ്റ് ചെയ്തിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ആകെപ്പാടെ ഓർമ്മയുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, അയാളുടെ ചെവിയുടെ പിറകിലൊരു 7 എന്ന് പറയുന്ന ടാറ്റു ഉണ്ടായിരുന്നു. വേറെ ഒരു കാര്യം ഓർമ്മയില്ല. ആ ടാറ്റു പിടിച്ചിട്ട് ഞാൻ അയാളുടെ ചെറിയ ചെറിയ ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ലണ്ടനിൽ പോയത്. അവിടെ എന്തോ PG ഏതോ കോളേജിൽ പഠിക്കുന്നതെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അതെൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞത്. പക്ഷെ പേരോ ഒന്നും കിട്ടിയില്ല. പക്ഷെ അന്ന് അവിടെ പബ്ബിൽ വന്നതെല്ലാവരും ഈ ലണ്ടൻ കോളേജിൽ PGക്ക് പഠിക്കുന്ന പിള്ളേരായിരുന്നു എന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ആ ഇൻഫർമേഷൻ മാത്രമേ ആ പബ്ബിൽ നിന്ന് ഞങ്ങൾക്ക് അന്ന് കിട്ടിയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ലണ്ടനിലോട്ട് കേട്ടും പറക്കി പോയത്. അതും ആ സെയിം കോളേജിൽ തന്നെ. ഇപ്പം ഞാൻ 3rd ഇയറായി. അവിടെ PGക്ക് പഠിച്ചവരൊക്കെ ഇറങ്ങുകയും ചെയ്തു. ഞാൻ ആരെയും കണ്ടില്ല അവിടെ. എനിക്ക് ആരെക്കുറിച്ചൊരു വിവരവും കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇഞ്ചി അടിച്ച കുരങ്ങനെ പോലെ ഇപ്പോഴും ഇരിക്കുന്നോളൂ മുസാനേട്ടാ. അയാളൊന്നും കണ്ടതുപോലുമില്ല. എനിക്ക് അയാളെ കാണുമൊന്നും വേണ്ട. ഒരു സോറി, അത് അയാൾ ആരാന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ വഴിയെങ്കിലും അയച്ചാൽ മതിയായിരുന്നു. ഈ PG ഞാൻ നാട്ടിലാണ് ചെയ്തേ. പക്ഷേ ഇക്കാശ് ലണ്ടനിലാണ് ചെയ്തേ 2 വർഷം. പക്ഷെ അവനോട് ഇക്കാര്യം പറഞ്ഞാൽ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ലല്ലോ. അല്ല, നീ ഏത് പബ്ബിലായിരുന്നു പോയത് പാർട്ടിക്ക്? അതൊന്ന് പറയൂ. ഹാർവസ്റ്റ്. അന്ന് അതിൻ്റെ പേര് അതായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഞാൻ വന്നിട്ട് ഒന്നുകൂടി അങ്ങോട്ട് പോകാൻ നിന്നതാ. അന്നേരം ഏട്ടൻ പറഞ്ഞത് ആ പബ്ബ് പോലും ഇല്ല, കെട്ടിടം വരെ ഇടിച്ചുളഞ്ഞു. ഞാൻ ആരോട് പോയി പറയാനാ? നീ വിഷമിക്കാതെ. നീ ഇനി ആരോടും പറയണ്ട, എന്നോട് പറഞ്ഞില്ലേ. ഇത് പകുതി കണ്ടുപിടിച്ച രീതിയിൽ തന്നെ ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഈ ഹാർവസ്റ്റ് പണ്ട് ഞാനും പോയിട്ടുണ്ട്. ഞാനും ഇക്കാശും ഞങ്ങളുടെ കോളേജ് മേറ്റ്സ് എല്ലാവരും കൂടി. അതുകൊണ്ട് തന്നെ ചെറിയ ഒരിതുണ്ട്. എനിക്കറിയാമെന്നുള്ള ആരെങ്കിലും ആണോ എന്നൊരു ചെറിയ ഡൗട്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഈ അന്ന് അവിടെ പോയ ഡേറ്റ് എന്നാന്ന് എത്തി പറയൂ. ആലോചിച്ച് പറഞ്ഞാൽ മതി. പെട്ടെന്ന് ചാടിക്കയറി പറയാൻ നിൽക്കണ്ട. ഓ എൻ്റെ പൊന്നും മണ്ട മുസാനേട്ടാ, ആരെങ്കിലും ആ ഡേറ്റൊക്കെ മറക്കുമോ? മനുഷ്യൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായ ഡേറ്റാണ് അത്. ക്രിസ്മസിൻ്റെ തലേന്ന് December 24th ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ജനുവരി ആയപ്പോൾ ഞാൻ ലണ്ടനിൽ പോയി. എനിക്കിവിടെ ഒരു കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടിയതാണ്. ഞാൻ ഇയാളെ തിരക്കി സോറി പറയുന്ന കാര്യം ആലോചിച്ചിട്ട് ഞാൻ വാരിക്കെട്ടി അങ്ങ് പോയി. എന്തിൻ്റെ കേടായിരുന്നോ എന്തോ. പക്ഷെ ഇപ്പോൾ തോന്നുന്നു അതാ ബെറ്ററെന്ന്. ഇല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ തന്നെ ബലിയിടാവേണ്ടി വന്നേനെ അന്ന് തൊട്ടെ. ബായത്തിനിവിടെ നിൽക്കാത്തതുകൊണ്ട് ഇതുപോലെ വെക്കേഷൻ വരുമ്പോൾ മാത്രം ബലിയാടായാൽ മതിയല്ലോ. ഏതായാലും ഇപ്പോൾ കുറച്ച് റിലീഫൊക്കെ തോന്നുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മുസാനേട്ടനോട് പറഞ്ഞപ്പോൾ. അപ്പോൾ ഏട്ടൻ കണ്ടുപിടിക്കുമല്ലോ അല്ലേ?
ഞാൻ കണ്ടുപിടിക്കാം. ആദ്യം ഞങ്ങൾ എന്നാ ആ പബ്ബിൽ പോയെന്നുള്ള ഡേറ്റ് ഞാനൊന്ന് ഇഗാഷിനോടോ അല്ലെങ്കിൽ ഞങ്ങളുടെ വേറെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വന്ന അതേ ഡേറ്റ് തന്നെയാണെങ്കിൽ മേ ബി ഞങ്ങളുടെ കോളേജിലുള്ള ആരെങ്കിലും ആവാനാണ് സാധ്യത കൂടുതൽ. നോക്കട്ടെ. പിന്നെ നീ പറഞ്ഞ ടാറ്റു അത് ഇഗാഷിനും ഉണ്ടെന്നാ തോന്നുന്നത്. ഇനി അവനെങ്ങാനും ആയിരിക്കുമോ? ഓ, അയാളാവാനൊന്നും വഴിയില്ല. അയാൾക്ക് ടാറ്റു ഉണ്ടായിട്ട് എന്താ കാര്യം? അതാ ഒന്നാമത്തെ പ്രശ്നം. ഇതുപോലത്തെ ടാറ്റു ഒരു 1000 പേർക്ക് കാണും. അയാളാവാനൊന്നും വഴിയില്ല. ഇനി അങ്ങേരാണെങ്കിൽ തന്നെ എന്തുവാ, ഞാൻ സോറി പറയും. പോരാഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്കാരെയും ലൈഫിൽ കയറി ചെല്ലാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അവരുടെ ലൈഫ് മുടക്കാനോ ഒന്നും താല്പര്യമില്ല. ഇഗാഷാണെങ്കിൽ ഇഗാഷ് ആവാൻ ഒരു ചാൻസും ഇല്ല. ഇഗാഷിനെ പോലെ ഒരാളെ അല്ലായിരുന്നു ഞാനന്ന്. എനിക്കറിയത്തില്ല, അത് ഇഗാഷല്ല, അത് ഉറപ്പാണ്. ഓക്കെ 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 ഫൈൻ ഫൈൻ, അത് വിട്. ഇനി അതാലോചിച്ച് നീ തല ഉണ്ടാക്കണ്ട. അപ്പോൾ ഇൻ കേസ് ഞാൻ അയാളെ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, നീ അയാളോട് സോറി പറയുന്നു, പിന്നെ അയാളെ വഴിക്ക് പോകുന്നു, നീ നിൻ്റെ വഴിക്ക് പോകുന്നു. മേ ബി ഇതുപോലെ നീ തിരക്കി നടക്കുന്ന പോലെ അയാളും നിന്നെ തിരക്കി നടക്കുവാണെങ്കിലും, പക്ഷെ അത് വെറൊരു സോറി പറയാൻ മാത്രമല്ല, നിന്നെ ലൈഫിൽ കൂടെ കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നീ എന്തു ചെയ്യും? ഓഫ് കോഴ്സ് നോ. അങ്ങനെ ഒരാൾ എന്നെ തിരക്കി നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിനോടൊക്കെ എന്നെ കണ്ടുപിടിക്കേണ്ട സമയം കഴിഞ്ഞു. ബിക്കോസ് എനിക്കിപ്പോൾ അയാളെ കണ്ടുപിടിക്കാൻ പാടുള്ളതുപോലെയല്ല അയാൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അയാൾ കുടിച്ചിരുന്നു ഉറപ്പാണ്. പക്ഷേ അങ്ങനെ തിരക്കിയിരുന്നെങ്കിൽ മേ ബി അയാൾ എനിക്ക് മുമ്പേ എന്നെ കണ്ടുപിടിക്കേണ്ട ടൈം കഴിഞ്ഞല്ലോ. അത് മാത്രമല്ല, അയാൾ എന്നെക്കാൾ വലുതായിരുന്നു. ഹീസ് എ ജെൻറ്റിൽമാൻ ആ ടൈമിൽ. അപ്പോഴത്തേനും ഉറപ്പാണ് അങ്ങനെയുള്ള ഒരാൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ അധികം ടൈമൊന്നും വേണ്ട. എന്നെ തിരക്കിക്കൊണ്ടൊന്നും നടക്കുന്നുണ്ടായിരിക്കത്തില്ല. എനിവേ, എനിക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായ കാര്യമാണ് പിറ്റേ ദിവസം. പിന്നെ അത് മനസ്സിലായിട്ട് ഞാൻ വെറുതെ, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളത് തിരുത്തണമെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഫോൾട്ടിന് ഞാൻ അയാളോട് എന്തായാലും സോറി ചോദിക്കും. അതിന് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുസാനേട്ടനോട് അയാളെ കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞത്. ഫൈൻ, അപ്പോൾ അതൊക്കെ. അപ്പോൾ നിൻ്റെ ലൈഫ് പ്ലാൻ എന്താ? ഐ മീൻ ഈ കല്യാണം, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഇങ്ങനത്തെ പ്ലാനൊന്നുമില്ലേ? പ്ലാനൊക്കെ ഒരുപാടുണ്ട്, സ്വപ്നങ്ങളും ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ നടപ്പിലാക്കാൻ ഉള്ള ടൈം ദൈവം പറഞ്ഞിരിക്കുന്ന ആ ടൈമിലല്ലേ നടക്കത്തുള്ളൂ. അതിന് നമ്മൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്താലും താനെ നടക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ നമുക്ക് ഫീലിങ്സ് തോന്നുന്നതൊക്കെ സ്വാഭാവികമാണ് ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളോട് കുറച്ച് നേരം പഴകുമ്പോൾ. പക്ഷേ തിരിച്ചും അങ്ങനൊരു സംഭവം തോന്നണമെങ്കിൽ നമ്മൾ അത്രയും ലക്കി ആയിരിക്കണം, അതിനി ആർക്കാണെങ്കിലും. ഏതായാലും തൽക്കാലം ഇപ്പം ഒന്നുമില്ല. ഇപ്പം ഈ 31 ഡേയ്സിനകത്ത് നിന്ന് എങ്ങനെ ചാടുമെന്നും പറഞ്ഞിരിക്കുക. എന്നേലും ഉണ്ടാവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ മുസാനേട്ടനോട് തന്നെ ആദ്യം പറയാം. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ഏതായാലും ഇപ്പം ആരെയും പിടിച്ച് അതിൻ്റെ അകത്തോട്ട് കയറ്റാൻ നിൽക്കണ്ട. വെയിറ്റിംഗ് ലിസ്റ്റിൽ വേണമെങ്കിൽ നിനക്ക് എന്നെ ഇടാം. എനിക്ക് നിൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ തന്നെ ഫോഴ്സൊന്നും ചെയ്യുന്നില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഓക്കെ ആണെന്ന്. കുറച്ച് കോഴിത്തരം അത് നിൻ്റെ അടുത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ തമാശയ്ക്ക് കാണിക്കുന്നേടാ. ഇതൊരു പ്രപ്പോസലായിട്ടൊന്നും എടുക്കണ്ട, ഞാൻ കാഷ്വലായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം അവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ സൈഡിലൊരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരുത്തിക്കോ എന്ന് പറഞ്ഞതാണ്. നിനക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ ഏതായാലും ഈ 31 ഡേയ്സ് നീ ഇവിടെ കാണുമല്ലോ. 31 ഡേയ്സിൽ ഇപ്പം തന്നെ 2-3 ദിവസം കഴിഞ്ഞു. അത്രയും ദിവസം ഞാനും എന്തായാലും അവിടെ കാണും. അപ്പോഴത്തേനും നിനക്കെന്താ തോന്നുന്നത്? അത് വല്ല ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ലൈൻ വലിക്കാൻ നോക്കുവാണല്ലേ? ഏതായാലും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ സൈഡിൽ വെച്ചേക്കാം. ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പറയും. എനിക്ക് പറയാനായിട്ട് ഒരു മടിയില്ല. എനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയും. പോരെ?
ആ മതി, അത് മതി, വേറൊന്നും വേണ്ട, അത് മതി. ആ സൈഡിലുണ്ടല്ലോ, ആ അത് തന്നെ ധാരാളം. നീ പറഞ്ഞ പോലെ നിനക്ക് തോന്നുമ്പോൾ, ഐ മീൻ നിനക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ നീ പറഞ്ഞാൽ മതി. അല്ലാതെ നിന്നെ നിർബന്ധിക്കോ പ്രകടക്കോ ഈ പരിപാടി ഒന്നും ഞാൻ ചെയ്തില്ല. പിന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ഇതൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അല്ലാണ്ട് വേറെ പരിപാടിയൊന്നും നീ പ്രതീക്ഷിക്കണ്ട കേട്ടോ. നീയൊക്കെ രണ്ടും ഇവിടെ നിൽക്കുമായിരുന്നോ? നീയൊക്കെ രണ്ടും ഒന്ന് ഇവിടെ മഹാഭാരതത്തിലെ പുരാണം പറഞ്ഞുകൊണ്ടിരുന്നോ? എത്ര നേരമായി? ഞാൻ ഈ ബിൽഡിംഗ് മുഴുവൻ കറങ്ങിയിട്ടാണ് വന്നത്, ഇതുവരെ പറഞ്ഞു തന്നില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ നോക്കിക്കൊണ്ടാ പോയത്. രണ്ടും കൂടി സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കുന്നത്. വാ, നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാം. ഞാനൊന്നുമില്ല, അതിൻ്റെ അകത്തല്ലേ, എനിക്ക് വയ്യ, ബോറടിക്കും. പണ്ട് ഞാൻ കൊച്ചിൽ ഒരുപാട് ഇവിടെ വന്നിട്ടുള്ളതാ അച്ഛൻ്റെ കൂടെ. ഭയങ്കര ബോറിങ്ങാണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ. ഒരു പിള്ളേർ പോലും ഇല്ല ഒന്നും മിണ്ടാനായിട്ട്. എല്ലാവരെയും പിടിച്ചവിടെ ട്യൂഷനും തേങ്ങയ്ക്കാന്നും പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഓഫനേജാ പോലും ഓഫനേജ്. നമുക്കിവിടെ നിൽക്കാം. നീ ഇവിടെ നിന്നോടാ, ഇത് നമ്മുടെയും കൂടെ ഓഫനേജ് അല്ലേ, അല്ലാതെ അവരുടെ മാത്രമല്ലല്ലോ. ത്രിലോക് ഏട്ടാ, നിങ്ങളെല്ലാം എന്നെ കാണാൻ വരാന്നല്ലേ ഇവിടെ കാലമാടൻ ചേട്ടാ പറഞ്ഞത്. എന്നിട്ട് ആരും അങ്ങോട്ട് വന്നില്ലല്ലോ. 3 ദിവസം കഴിഞ്ഞ്. ഞാനെന്ന് പറയുന്നത് മോനുണ്ടെന്ന് എൻ്റെ തള്ളയ്ക്കും എൻ്റെ തന്ത പിടിക്കും വല്ല വിചാരം ഉണ്ടോടാ ഏട്ടാ? നിന്റെ തന്തയ്ക്ക്, അതായത് നമ്മുടെ അച്ഛനാ വിചാരമില്ലെങ്കിലും എനിക്കും അമ്മയ്ക്കും ആ വിചാരമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ ഇന്നിങ്ങോട്ട് വരുവാന്ന് ആര് പറഞ്ഞപ്പോൾ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചതാ. 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് സൈൻ ചെയ്ത് കൊടുക്കാൻ അച്ഛൻ വിളിച്ചവൻ പറഞ്ഞത്. ഓ ആണോ, താങ്ക് യു അളിയാ. അപ്പോൾ അമ്മയോ? അമ്മ ഓഫീസിൽ പോയി. ഇന്ന് അമ്മേനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ നിൻ്റെ അളിയനെയും കൊണ്ടൊന്ന് പുറത്തോട്ടിറങ്ങിയതാ. ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞായിരുന്നു, അതിൻ്റെ പിണക്കം മാറ്റം കൊണ്ടിറക്കിയതാ. ഏതായാലും പിണക്കം മാറിയിട്ടുണ്ട്. അന്നേരം പിന്നെ അനിയനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നീ ഓക്കെ അല്ലേ? അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇതാരാ? ഇത് ഋഷിയേട്ടൻ. ത്രിലോകേട്ടൻ അറിയാമല്ലോ. ഓ ഇതാണോ? ഇത് മുസാനേട്ടൻ, യുഗാശിൻ്റെ ഫ്രണ്ടാ. വീട്ടിലുണ്ട്. ഞാൻ മുസാനേട്ടനും ഭയങ്കര കമ്പനിയാ അല്ലേ മുസാനേട്ടാ? അതെ. ഹായ് ത്രിലോക്, ഞാൻ മുസാൻ അമീർ. ഇഗാഷിൻ്റെ ഫ്രണ്ടാണ്, കോളേജ് മേറ്റ് ആണ്. ഇപ്പോൾ ഒരാവശ്യമായിട്ട് അവരുടെ വീട്ടിൽ വന്നതാ. നൈസ് ടു മീറ്റ് യു. ഹായ്. അവനോടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഋഷി? അത് നീയല്ലല്ലോ ചോദിക്കണ്ടേ, എൻ്റെ അനിയൻ ചോദിക്കട്ടെ. എൻ്റെ മുഖത്തോട് നോക്കാതെ നിൽക്കൂല്ലേ? നീ ചോദിക്കടാ. ഋഷി, നീ എന്നോട് ദേഷ്യത്തിലാണോ? അല്ല, അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് നോക്കാത്ത. ഇച്ചിരി ദേഷ്യത്തില്ല. അത് നിന്നോടല്ല, എവനോട്. എനിക്ക് നിന്നോടല്ല ദേഷ്യം, നിന്റെ ഇരിക്കുന്ന ഭർത്താവിനോടാ. നിന്നെ വശീകരിച്ച് കൊണ്ടുപോയതിന്. ഇഷ്ടമാണെങ്കിൽ ആണുങ്ങളെ പോലെ വീട്ടിൽ വന്ന് ചോദിക്കണം, അപ്പം സമ്മതിക്കുമായിരുന്നു. നീ ഇറങ്ങിപ്പോയതാ എല്ലാം കുളമാക്കിയത്. എൻ്റെ പൊന്ന് ഋഷി, നീ ഇത് കാണുമ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നേ? ഇതിനിടയ്ക്ക് നമ്മൾ 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ഇത് പറയും. അതൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അന്നേരത്തെ ഒരു കൺഫ്യൂഷന് പറ്റിപ്പോയതാ. സോറി, ഐ റിയലി മിസ് യുടാ. മിസ് യു ടു. ത്രിലോക് എന്താ വെച്ചാൽ സൈൻ ചെയ്യാൻ നോക്ക്. ഞാൻ ഏതായാലും സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ചെല്ല്. ഋഷിയേട്ടാ, ആ കാലമാടനോട് പറയില്ലെങ്കിൽ ഞാൻ ത്രിലോകേട്ടൻ്റെ കൂടെ പൊക്കോട്ടെ. ഇപ്പോൾ വരാം, സൈൻ ചെയ്തിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് വരാം പ്ലീസ്. പോണ്ടാന്ന് പറയാൻ ഞാൻ അത്രയ്ക്ക് മറ്റേ ഭീകരനോ ദുഷ്ടനോ ഒന്നും അല്ല. അത് എൻ്റെ അനിയനും പറയത്തില്ല. നിന്റെ ഈ കാലമാട വിളി നിർത്തിക്കാട്ടാ, അവൻ്റെ അനിയനാ. ചെല്ലു. അപ്പൊ പറ, എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം? സ്റ്റഡീസൊക്കെ എന്തായടാ? എന്ത് വിശേഷം? സുഖാണ്. സ്റ്റഡീസിന് എന്ത് കോട്ടം വരാൻ? വിഷ്ണുവച്ചൻ പഠിച്ചില്ലെങ്കിൽ എന്നെ തല്ലിക്കൊല്ലും. അപ്പേ പോലെയല്ല, പഠിപ്പെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഭ്രാന്ത. പഠിപ്പുണ്ടെങ്കിൽ സമൂഹത്തിൽ വിലയുള്ളെന്നാ പുള്ളിക്കാരൻ്റെ വാദം. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും ബുക്കിൽ തലയിട്ടുകൊണ്ടിരിക്കുന്ന കണ്ടില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അന്ന് അവിടെ പെരുമഴ പെയ്യിക്കും. അമ്മാതിരി അലപ്പായിരിക്കും. എൻ്റെ പൊന്നോ, ആ ഗുണം തൃശ്ശൂരിലും കിട്ടിയിട്ടുണ്ട്. അവനെന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാക്കുന്നുണ്ടോടാ അവിടെ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇഗാഷ് അവനെ ചീത്ത പറയോ അടിക്കുകയൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? അല്ല, വേറൊന്നുമല്ല. എനിക്ക് എൻ്റെ അനിയനെ മനസ്സിലാവും. അവൻ്റെ ക്യാരക്ടർ, ദേഷ്യം, ഫ്രസ്ട്രേഷൻ
ഇതല്ല. പക്ഷേ അത് ത്രിലോകിന് മനസ്സിലാവണമെന്നില്ല. ഇപ്പം അവൻ്റെ കൂടെയല്ലേ പോയിക്കുന്നേ. തൃശ്ശൂരിലെ ക്യാരക്ടർ വെച്ച് അവൻ്റെ മൈൻഡിലൊന്നും നിൽക്കത്തില്ല. എല്ലാം അവൻ വിളിച്ച് പറയും. ഈ കഷ്ണോട് മിക്കവാറും അവൻ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാ ഗൈസ്, ഇത് നിങ്ങളുടെ ഫാമിലി പ്രശ്നമല്ലേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സംസാരിക്കും. ഞാനൊന്ന് സ്മോക്ക് ചെയ്തിട്ട് വരാം. ഞാൻ പറയും കാണും കേട്ടോ. കണ്ടിന്യൂ. ആടാ, ദൂരോട്ടൊന്നും പോകല്ലേ, എനിക്ക് നിന്നെ തിരക്കി നടക്കാനൊന്നും വയ്യ. വീട്ടിൽ നിന്ന് പണിയാവുമെന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചോണ്ട് വന്നത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് പണിയാവാതിരുന്നാൽ മതിയായിരുന്നു. വീട്ടിൽ നിന്ന് എന്ത് പണിയാവാൻ? അല്ല, ഇത് മറ്റേ ഐറ്റം അല്ലേ, നമ്മുടെ ഇക്കാഷിൻ്റെ പഴയ കോളേജ് മേറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു തല്ലിപ്പൊളി ചെക്കനായിരുന്നു. ഇതെന്താ നമ്മളെ വീട്ടിൽ? അത് ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. അല്ല, വീട്ടിലെന്താ പണി? എന്താ പ്രശ്നം എന്താ? ഒന്നും പറയണ്ട മോനെ, പറയാനാണെങ്കിൽ വിശേഷങ്ങളെ വീട്ടിലുള്ളൂ. ഇതാ ചെറുക്കൻ തന്നെയാ. ഞാനൊരു പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ ഇവനെ, മുസാൻ അമീറിനെ. പക്ഷേ എനിക്ക് ആദ്യം കണ്ടപ്പോൾ പിടിയിട്ടില്ല. പിന്നോട് ഇക്കാഷിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എവിടെ ഉള്ളതാ, എവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ടാന്നൊക്കെ. എന്നെ അത്ഭുതപ്പെടുത്തിയ വേറെ കാര്യമൊന്നുമല്ല. ഇവനിപ്പോൾ ആരാന്നറിയോ? നിന്റെ അനിയൻ ചൈതുവിന്റെ ബോയ് ഫ്രണ്ടാ. എൻ്റെ അമ്പോ, അൺസൈക്കബിളാ മോനെ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് എൻ്റെ മുമ്പേ തന്നെ നിന്റെ അനിയനെ എല്ലാം കാണിക്കണം. അവനും കൂടെ കാണിച്ചു കൂട്ടുന്ന പട്ടിത്തരം കാണാനാണ് ഇപ്പം എൻ്റെ ടൈം മുഴുവൻ. ഞാൻ തീർത്തു പറഞ്ഞു വീട്ടിൽ ഇമാതിരി പരിപാടിയൊന്നും നടക്കത്തില്ല എന്ന്. അതിൻ്റെ ദേഷ്യം ഇപ്പം രണ്ടിനും എന്നോട്. ഫേക്കാണോ ഒറിജിനലാണോ സത്യമാണോ കള്ളാണോ എന്ന് എനിക്ക് അറിയത്തില്ല ആരു. പക്ഷെ ഭയങ്കര ഓവറാണ് നിന്റെ അനിയൻ, പറയാതിരിക്കാൻ വയ്യ. ആഹാ, ജലസിന്റെ എല്ലാമാണോ അവിടെ നിന്ന് അടിക്കുന്നുണ്ടല്ലോ. ചൈതു അല്ലേ? ഇത് ഒറിജിനലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈതു വികാശും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിനക്കറിയാലോ ഋഷി, കുരുട്ടു ബുദ്ധികൾ അവിടെ മുളച്ചു വരും. ഇല്ലെങ്കിൽ അവന്മാര് വെള്ളം ഒഴിച്ച് മുളപ്പിക്കും. അവന്മാരെ സ്വഭാവം അറിയാലോ. അതുകൊണ്ട് ഇത് ഒറിജിനലാണെന്ന് തോന്നുന്നില്ല. പിന്നെ നീ ഈ പറയുന്ന പോലെ അവന് വേറെ ബോയ് ഫ്രണ്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മോനെ. നിന്നോട് ഇന്നും നിലയും തുടങ്ങിയൊന്നും അല്ല, നിനക്കറിയാലോ. ഇത് ഫേക്കാവാനാ സാധ്യത കൂടുതൽ. നമുക്ക് നോക്കാം. അല്ല, എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടോ അതോ എപ്പോഴത്തെയും പോലെ മിണ്ടാതിരിക്കുവാണോ? എനിക്ക് അവനെ വിധിച്ചിട്ടില്ല. ആനയാ ചേനയാ അപ്പയോടുള്ള സ്നേഹം. എന്റെ പൊന്നു ഋഷി, നിനക്ക് ഇതുവരെ തലയിൽ സൂര്യൻ ഉദിച്ചില്ലേ? എന്റെ തലയിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നോണ്ടാടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്ക. എനിക്കറിയാവൂ എന്റെ സിറ്റുവേഷൻ എന്താണെന്ന്. നീ ഒന്ന് എന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്ക്, അന്നേരം മനസ്സിലാവും. അത് പോട്ടെ. പിന്നെ ഇതിന് പകരം വിട്ടാൻ ഞാനല്ല, നിന്റെ അളിയനെ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെ എന്നെ കൊണ്ട് കുഷീനെ വിളിച്ചിട്ടുണ്ട്. അവള് വീട്ടിൽ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ നിനക്കറിയാലോ. ചൈതുവിന് നിലത്തൊന്നും ആയിരിക്കത്തില്ല. ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവൾ അവിടെ പെട്ടി എടുത്തോണ്ട് ഇറങ്ങിയെന്നാ പറഞ്ഞത്. മേ ബി ചിലപ്പോ ഇപ്പം വീട്ടിലെത്തി കാണും. അതോ ഇനി അവള് എവിടെയും കയറി ഫ്രഷ് ആവോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ലേറ്റ് ആവും എന്നാ പറഞ്ഞേ. എനിക്ക് തോന്നുന്നു വീട്ടിൽ എത്തി കാണുമെന്ന്. ഇത്രയും നേരമായില്ലേ. എന്നാ ഇന്ന് ഭൂകമ്പം ആയിരിക്കും. അവിടെ ചൈതു മാത്രമേ ഉള്ളൂ. അതാലോചിക്കുമ്പോഴേ എൻ്റെ ടെൻഷൻ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നിന്റെ അളിയൻ എൻ്റെ പൊന്നോ മോനെ മുത്താണ് മോനെ മുത്ത്. അപാര ബുദ്ധി കേട്ടാ. പിന്നെ പോരാഞ്ഞിട്ട് ഒരു പഞ്ചപാവാടാ അത്. അതിനെ നിന്ന് അടിച്ചാലും നിന്നുകൊള്ളും. പിന്നെ വായിരിക്കുന്നതൊക്കെ കേട്ടാലും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോവും. എന്തൊരു സാധനമാടാ അത്. എനിക്ക് സത്യം പറയാലോ, നിന്റെ അടുത്തൊക്കെ തോന്നുന്ന അതേ അറ്റാച്ച്മെന്റ് എനിക്ക് അതിനോട് തോന്നുന്നത്. ഇതുപോലൊരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവാ. സത്യമായിട്ടും ഇത്രയും പ്യൂറായിട്ട്, ഇത്രയും പ്യൂർ സോളായിട്ട് ഒരുത്തന്നെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് പാവാടാ. ആരോടും ഒരു വൈരാഗ്യോ ഒരു ദേഷ്യോ ഒരു ഏഷണിയോ ഒന്നുമില്ലടാ. തലേന്ന് ഇകാശ് വഴക്ക് പറഞ്ഞാൽ പിറ്റേന്ന് അവനോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രകൃതം. എങ്ങനെ അവൻ ഇങ്ങനെയൊക്കെ സാധിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് റിവെഞ്ച് എന്ന് പറയുന്ന സാധനവും തലയെ കൊണ്ടു നടക്കുന്ന ജനറേഷനാണ്. എന്നിട്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയാ എനിക്ക് അങ്ങനെയൊന്നുമില്ല, അമ്മ പറഞ്ഞിട്ടുണ്ട് ആരോടും വൈരാഗ്യം വെക്കില്ല. സത്യം പറയാലോ, നമ്മുടെ അമ്മ എങ്ങനെയാ അതുപോലെയാ. മഹിയമ്മയെ പോലെ തന്നെയാ. പോരാഞ്ഞിട്ട് അവന്റെ അമ്മയല്ലേ പൂർണിമ അവൻ്റെ ഏകദേശം എല്ലാ ക്യാരക്ടറും അവനെയൊക്കെ പോലെയാ. അല്ലാതെ വിഷ്ണുദാസിന്റെ ഒരു ക്യാരക്ടറും അവന് കിട്ടിയിട്ടില്ല. അവൻ്റെ അടുത്തൂടെ പോയിട്ടില്ല. പിന്നെ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴേ ആ സംസാരം ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മോനെ, സത്യം പറഞ്ഞാൽ അവ ആ വീട്ടിൽ വന്നിട്ട് ഇതുവരെ എന്തെങ്കിലും പണി ഇഗാഷിന്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ നാക്ക് കാരണമാണ്. സത്യം പറയാലോ. അതാ ഞാൻ പറഞ്ഞേ, അതൊരു പാവമാ. ഈ കൊച്ചു പിള്ളേരെ പോലെയാ.
ടൈം പോകുന്ന അറിയത്തില്ല അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ. പിന്നെ നീ പറഞ്ഞ പോലെ എനിക്ക് ആകെപ്പാടെ പേടിയുള്ളൊരു അവൻ്റെ ഒരു വേർഷൻ എന്ന് പറയുന്ന ആ സംസാരമാണ്. ഈ കാശിനാണെങ്കിൽ ഈ ഇങ്ങനെ കലവിലെ സംസാരിക്കുന്ന ഒരു ഇഷ്ടമില്ല. അതൊക്കെ കൊണ്ടായിരുന്നു ടെൻഷൻ. എന്നിട്ടിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? പ്രശ്നം ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിന്റെ അമ്മായിച്ചുണ്ടല്ലോ വിഷ്ണുദാസ്, അങ്ങേര് കാരണം നമ്മുടെ കമ്പനിക്കൊക്കെ മൊട്ട പ്രശ്നങ്ങളാണ് പറ്റിയിരിക്കുന്നത്. എടാ 3-4 പ്രോജക്റ്റുകളാ അതാത് കമ്പനിക്കാർ വന്ന് ഡീല് ക്യാൻസലാക്കി പോയത് ആ ഒരു പെറ്റീഷൻ കാരണം. എന്തൊക്കെ ആയെന്നറിയോ? എന്നിട്ട് ആ ദേഷ്യമൊക്കെ ഇകാശ് തൃശ്ശൂരിൻ്റെ അടുത്താണ് തീർത്തത്. അവനന്ന് തല്ലിയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞാനിത് പറയാതിരുന്നിട്ടും കാര്യമില്ല. എങ്ങാനും തൃശ്ശൂർ നീ പറഞ്ഞതുപോലെ ഇത് ത്രിലോകിനോട് പറയുകയാണെങ്കിൽ നീ എന്തായാലും അറിയും. ത്രിലോകിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചപ്പോൾ ഇവിടെ വെച്ചൊന്നും പ്രകടിപ്പിക്കാൻ ചാൻസ് ഇല്ല ഞാനുള്ളതുകൊണ്ട്. പക്ഷേ നിൻ്റെ അടുത്ത് അതിൻ്റെ ദേഷ്യം തീർക്കുമെന്നാണ് എൻ്റെ പേടി. എനിവേ, എന്തായാലും വരാനുള്ള വഴി തങ്ങത്തില്ലല്ലോ. അതുകൊണ്ട് പറയാ, അവനവനെ തല്ലിയായിരുന്നു. എന്നിട്ട് അധികവും തല്ലിയില്ല, പക്ഷെ എന്നാലും അവൻ്റെ ഒരു ക്യാരക്ടർ വെച്ചും അവൻ്റെ ഒരു ശരീരം വെച്ചും അത് ആ കൊച്ചിന് വേദനിച്ച് കാണും, അതുറപ്പാണ്. അതാ ഞാൻ പറഞ്ഞ അതിന് ശേഷം അവൻ പറഞ്ഞ കാര്യങ്ങൾ. അവന് ഇകാഷിനോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാ അവനൊട്ടും ദേഷ്യമില്ല. ഞാനും ഒരു നിമിഷം വിചാരിച്ചു, എടാ ഇവൻ ഈ 90 കാലഘട്ടത്തിലെല്ലാം ജനിച്ച ചെറുക്കനാണോ എന്ന്. അങ്ങനെ ജനിച്ചവർക്കും ഇപ്പം വൈരാഗ്യം ഉണ്ടല്ലോ. ഇതൊരു പിള്ള മനസ്സ്. ഏതായാലും ആ വീട്ടിലെല്ലാവർക്കും അവനെ നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്. നിന്റെ അനിയന്റെ കാര്യമാണ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത്. വന്ന സമയത്തിന് അവനെ ചീത്ത വിളിക്കാനും പ്രാകാനും മാത്രം വാ തുറക്കുന്നവനാ. ഇപ്പം അവനെ തേട്ടി തലയിലാണ് വെച്ചയക്കുന്ന ചെയ്തു. അത് വല്ലാത്തൊരു ചേഞ്ച് ആയിപ്പോയി. അതുപോലെ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. ഇകാഷിനും അവനെ ഇഷ്ടപ്പെടുമായിരിക്കും പതുക്കെ. ഏതായാലും അച്ഛനോടുള്ള ദേഷ്യമൊന്നും ഇപ്പൊ മോനോട് ഇകാഷ് കാണിക്കുന്നില്ല. പിന്നെ ഇന്നലെ എന്തോ കിസ്സെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചവിടെ പറഞ്ഞത് ഇവൻ വാദോരാതെ ഇങ്ങനെ അലച്ചുകൊണ്ടിരുന്നപ്പോൾ വാടയ്ക്കാൻ എന്തോ അവൻ പിടിച്ച് കിസ് ചെയ്തെന്ന്. ഇന്നലെ മുഴുവൻ അതിന്റെ വണ്ടറിൽ അടിച്ചുകൊണ്ടാണ് നടന്നത് നിന്റെ അളിയൻ. ഇന്ന് അതിന്റെ കിളിയൊക്കെ പോയെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരാൻ നേരത്തും ഒരുമാതിരി കിളി പറന്നു പോലെ ഇരുന്നത്. ഏതായാലും അവിടെ ആളിപ്പോ പുള്ളി ഓക്കെയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇകാഷും ഇപ്പൊ അധികം ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ എന്നാലും പിന്നെ അവൻ്റെതായിട്ടുള്ള ചില വിഷമങ്ങൾ കാണുമല്ലോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴൊക്കെ. അതൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്നോടെല്ലാം പറയൂ കേട്ടോ. എൻ്റെ ഒരു അറിവിൽ ആ വീട്ടിൽ അവനുമായിട്ട് അത്രയും പേഴ്സണലി അടുത്തിരിക്കുന്ന ഒരാൾ ഞാൻ തന്നെ ആവുന്നതാണ് എൻ്റെ ഒരു ഊഹം. വേറെ ആരുമായിട്ട് അവൻ അത്ര അറ്റാച്ച്ഡ് അല്ല. പിന്നെ കുറച്ച് കുരുട്ട് ബുദ്ധികൾ കൂടുതലാ, അത് വേറെ കാര്യം. ഇന്നലെയും ഇക്കാര്യം പറഞ്ഞു തന്നെയായിരുന്നു ഞാനും ത്രിലോകമായിട്ട് ചെറുതായിട്ട് വഴക്കായത്. അപ്പൊ ഇന്നും വഴക്കാവൂന്നർത്ഥം. അവൻ പറയാണെങ്കിൽ പറയട്ടെ. ഏതായാലും തൃശ്ശൂര് പറയൂല എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. തൃശ്ശൂർ എല്ലാം പറയും. വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞിരിക്കും, ഉറപ്പാ. അതെന്തേലും ആവട്ടെ. പിന്നെ നീ വാ, നമുക്ക് അകത്ത് പോയി പിള്ളേരെ കാണാം. നമ്മളൊരുമിച്ച് ഈ ഓഫണൈസിൽ വന്നിട്ടും പിള്ളേരെ കണ്ടിട്ടൊക്കെ കുറെ ആയില്ലേ. പിന്നെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ വരാമെന്നാ ത്രിലോകിനോട് പറഞ്ഞത്. അവനാ പറഞ്ഞ വേണ്ട ചൈതു വല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിഷമാവും, ആനയാ ചേരാന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തേലും വരട്ടെ വീട്ടിൽ വരാമെന്നും പറഞ്ഞിരുന്നതാ. വരാമെന്നും പറഞ്ഞിരുന്നതാ. പിന്നെ ത്രിലോക പറഞ്ഞ വേണ്ടാന്ന്. പിന്നെ ഞാനും അടിച്ചു. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ വരുന്നുണ്ടെന്ന കാര്യം അമ്മ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. രാവിലെ എന്തോ ഋഷി എന്തോ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്നേരം അവൻ പറഞ്ഞു എന്നാ പറഞ്ഞത് തൃശ്ശൂര്. രാവിലെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും പോലെ. അവന് വിളിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു കൊടുത്തതാ. അന്നേരം പറഞ്ഞാണ്. നീ വാ, നമുക്ക് അകത്ത് കയറാം. ഇതിപ്പോൾ കുറേ നേരം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നിയിട്ട് എന്താ? എനിക്ക് നീ കണ്ടതിനേക്കാളും കൂടുതൽ സൗന്ദര്യം വെച്ചോ? അതോ എന്താ എൻ്റെ മുഖം എന്താ കുരങ്ങനെ പോലെ ആയോ? എന്തൊക്കെ ഉണ്ടോ വിശേഷം? പറ. ആദ്യം പറഞ്ഞ് എന്തായാലും സംഭവിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞത് ജന്മന അങ്ങനെ തന്നെ ആണല്ലോ, കുരങ്ങനെ പോലെ. വിശേഷം എന്താ? പിന്നെ ഈ നോക്കിയത് ഐ മിസ്ഡ് യു, അതുകൊണ്ട് നോക്കിയതാ. വന്നിട്ട് നിൻ്റെ കൂടെ നിൽക്കാൻ പോലും പറ്റിയില്ലല്ലോടെ ചേട്ടാ. അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്നു പോയതാ. അല്ലെങ്കിൽ നിൻ്റെ കൂടെ എവിടെയെല്ലാം പോവായിരുന്നു. എല്ലാ പ്രാവശ്യം വരുമ്പോൾ നീ എന്നെ അങ്ങനെയൊക്കെ കൊണ്ടുപോകത്തില്ലേ? ഇപ്രാവശ്യം എനിക്ക് അതിനൊന്നിനും പറ്റിയില്ലല്ലോ. പിന്നെ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. അച്ഛനോട് ദേഷ്യമുള്ള ഒരാളുടെ വീട്ടിൽ പോയി നിന്ന് എന്താണോ അതൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ ബാക്കിയെല്ലാവരും പൊളിയാട്ടോ, പ്രത്യേകിച്ച് ഋഷിയേട്ടൻ. എന്ത് കമ്പനിയാണെന്നറിയോ? പുള്ളിക്കാരൻ സൂപ്പറാ. എനിക്ക് ഭയങ്കര ഇഷ്ടം പുള്ളിക്കാരനെ. നിന്നെ പോലെ
ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ, ചൈതുവേട്ടൻ. ആദ്യമൊക്കെ ഭയങ്കര ടെററായിരുന്നു. പിന്നെ ഇപ്പം കൂളാ, ആള് പൊളിയാ. പിന്നെ ഈ കാശ് അത് ഇടയ്ക്കിടയ്ക്ക് ഓന്തും ഇങ്ങനെ മാറത്തില്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ മുസാനേട്ടൻ പൊളിയാ. മുസാനേട്ടൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് എത്ര വർഷമായി മറ്റേ പൊള്ളിയെ കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ മുസാനേട്ടനോട് പറഞ്ഞപ്പോഴേ ഏട്ടാ എന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഉറപ്പായിട്ട് കണ്ടുപിടിച്ച് തരാമെന്ന്. അതൊക്കെയാ ചേട്ടന്മാർ, അല്ലാതെ നിന്നെ പോലെയല്ല. ആടാ നല്ല പ്രായത്തിലാണല്ലോ നീ പബ്ബിൽ പോയതും കയറി ഉമ്മിച്ചതും ഒക്കെ. വീട്ടിൽ അച്ഛനും അമ്മ അറിയാണ്ട് പബ്ബിൽ പോയതും പോരാ, എന്നിട്ട് അവിടെ പോയി അവനെ കയറി ഉമ്മിച്ചതും പോരാ, എന്നിട്ട് റിഗ്രറ്റ് അടിച്ച് അവനെ കണ്ടുപിടിച്ച് അവനോട് മാപ്പോറണമെന്ന് പറയുമ്പം അതും തപ്പിക്കൊണ്ട് നടക്കൊക്കെ ആണല്ലോ എൻ്റെ ജോലി. അങ്ങനെ തപ്പിക്കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നേ കണ്ടുപിടിച്ച് തന്നേനെ. എടാ വീട്ടിലോ നീ ഇത്ര ചെറുതായി പോയണ്ടേ ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന എല്ലാ സാധനവും എൻ്റെ തലയിൽ അച്ഛമ്മ ചടിച്ചേപ്പിച്ചേക്കുന്നത്. അത് നീ മറക്കരുത്. ഇവിടെ മനുഷ്യന് നിന്ന് ഇരിയാൻ നേരമില്ല. അന്നേരമാണ് അവൻ്റെ ഒരു ഉമ്മ വെച്ചവനെ കണ്ടുപിടിക്കുക. ഒരു ഉമ്മ അല്ലേ, ഒന്ന് വിട്ടൂടെ? അത് നീ ബോധമില്ലാതെ വെച്ചല്ലേ. ഇത് പിടിച്ച് ഇവൻ പോകുന്നുണ്ടാത്തോന്ന് ഇവൻ ആരോ കയറി റേപ്പ് ചെയ്തെന്നു. റേപ്പ് ഒരുമ്മോ, ദാറ്റ്സ് മൈ ഫസ്റ്റ് കിസ് യുനോ. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എനിക്ക്. ഞാൻ അങ്ങോട്ട് പോയി വച്ചത്, അതാണ് എൻ്റെ സങ്കടം. അതുകൊണ്ട് എനിക്ക് അയാളോട് ചോറ് പറയണം. ചിലപ്പോൾ അത് അയാളുടെ ഫസ്റ്റ് കിസ് ആണെങ്കിൽ അയാൾക്ക് എന്തോ അത്ര ഫീൽ ആയി കാണും. എന്നെപ്പോലെ എവിടെയെങ്കിലും ഇരുന്ന് വിഷമിക്കുമായിരിക്കും. എനിക്കിപ്പോൾ റിഗ്രറ്റല്ലേ അടിച്ചേ, പുള്ളിക്കാരന് നല്ല വിഷമം കാണും. അതുകൊണ്ടാണ്. അത് പോട്ടെ. പിന്നെ ഏട്ടന് സുഖമാണോ? എനിക്ക് സുഖമാണ്. എനിക്കെന്താ സുഖക്കുറവ്? നീ ഇല്ലാത്തതിൻ്റെ വിഷമമേ ഉള്ളൂ. ഇന്നലെ ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നീയായിരുന്നു. നീ വെള്ളത്തിൽ വീണിട്ട് അതിൻ്റെ വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന പിടയുന്ന എന്തൊക്കെയായിരുന്നു. ഒന്നും കറക്റ്റായിരുന്നില്ല, ഒന്നും ക്ലിയറും ആയിരുന്നില്ല. പക്ഷേ നീ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങി കിടക്കുന്ന ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ ടെൻഷനായി, ചാടി എണീറ്റ്. അന്നേരം അവിടെ ആരും ഉണ്ടായിരുന്നു. ആരുവിനോട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു, അവൻ കാരണമെന്നൊക്കെ പറഞ്ഞു. അവനത് നല്ല വിഷമമായി. രാവിലെ പിന്നെ ഞാൻ മടിച്ചു ഓഫീസിൽ പോകാൻ. എന്തോ അവനെ മൂഡ് ഓഫ് ആക്കിയിട്ട് ഓഫീസിൽ പോകാനൊന്നും തോന്നിയില്ല. അതാ അവനെയും കൊണ്ട് പുറത്തിറങ്ങിയത്. നീ ഓക്കെ ആണോ അല്ലേന്ന് അറിയാത്തതുകൊണ്ട് ടെൻഷനായിരുന്നു. അന്നേരം ആര് പറഞ്ഞത്, അമ്മ പറഞ്ഞു എന്ന്, എന്തുവാ നിന്നെ വിളിച്ചപ്പോൾ നീ പറഞ്ഞു എന്ന്, നീ ഇന്ന് പുറത്ത് പോവാ, ഓഫനേജിൽ പോവാന്നൊക്കെ. പിന്നെ ആരും ആദ്യം വീട്ടിൽ പോവാന്നാണ് പറഞ്ഞത്. പിന്നോട് അവൻ പറഞ്ഞത് എന്നാൽ നമുക്ക് ഓഫനേജിൽ പോവാം, അവിടെ അവൻ വരുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു. പിന്നെ നേരെ ഇങ്ങ് വെച്ച് പിടിച്ചു. വരുന്നത് എന്താണെന്ന് വെച്ച് കാണാമെന്ന് വിചാരിച്ചു. ഇഗാഷ് ആയിരിക്കുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര് പറഞ്ഞു എന്തായാലും ഓഫനേജ് കാര്യങ്ങളിൽ ഇഗാഷ് ഇടപെടാൻ വഴിയില്ല. ആ ഒരു ധൈര്യത്തിലാണ് വന്നത്. അല്ലെങ്കിലും എൻ്റെ അനിയനെ കാണാൻ വരുന്നതിന് എനിക്കെന്തിനാ ധൈര്യമൊക്കെ. അതുപോട്ടെ, നീ ഓക്കെ അല്ലേ? അവിടെ നിന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അങ്ങനെ മെയിനായിട്ടുള്ള കണ്ടൻറ്റുകൾ എൻ്റെ ചേട്ടൻ ചോദിക്കും. ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ, എന്നെ തൊട്ടിട്ടോലുമില്ല. പക്ഷേ ആ ഇഗാഷില്ലേ, അയാൾക്കിടയ്ക്ക് ഞരമ്പിൻ്റെ അസുഖം വല്ലതും കയറുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാൾക്ക് ഇഷ്ടമല്ല. ഒരു തെറ്റെൻ്റെ ഭാഗത്തുണ്ട്. ഞാനിങ്ങനെ അയാളെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അയാൾ എനിക്ക് പണിഷ്മെൻ്റ് തന്നു. പണിഷ്മെൻ്റ് എന്താണെന്നറിയോ എൻ്റെ ഏട്ടന്? ഇന്നലെ ഞാൻ അടയ്ക്കാൻ വേണ്ടി അയാൾ എന്നെ ഇങ്ങോട്ട് ഇറക്കി ചെയ്തു. ഇന്ന് രാവിലെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും എൻ്റെ ഫ്ലോയിൽ എൻ്റെ വായിന്ന് എവരുടെയൊക്കെ മുമ്പ് വെച്ച് ഇന്നലെ ഇയാൾ എൻ്റെ വാ അടപ്പിക്കാനായിട്ടൊരു കിസ് ചെയ്തില്ലേ, അക്കാര്യം വന്നുപോയി. അന്നേരം അയാളെ എല്ലാവരും കൂടെ നോക്കിയിട്ട് അതെന്ത് സംഭവം പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളിയാക്കുമ്പോൾ എല്ലാവരും സംസാരിച്ചു. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ എന്നെയും പിടിച്ച് വലിച്ചുകൊണ്ട് റൂമിൽ പോയിട്ട് അയാൾ എന്നോട് പറയാ, നിന്നെ ഞാൻ ഉപദ്രവിക്കത്തില്ല, അടിക്കത്തില്ല, പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചോളാന്ന്. എന്നിട്ട് അയാൾ എനിക്ക് പണിഷ്മെൻ്റായിട്ട് അയാളെ തിരിച്ച് കിസ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ പൊന്നേട്ടാ, ഞാനവിടെ നിന്ന് വേർക്കായിരുന്നു. ഒന്നാമത് എനിക്ക് അയാളുടെ അടുത്ത് ചെറിയൊരു ക്രഷൊക്കെ അടിച്ചതായിരുന്നു. വേറൊന്നല്ല, നല്ല ഹോട്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ വന്നതിൻ്റെ ഒന്നുണ്ടല്ലോ, അയാളുടെ ഡ്രസ്സൊന്നും ഇല്ലാണ്ട്, അല്ല ടർക്കി ഐ മീൻ ടവലുണ്ടായിരുന്നു. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നെന്നേ. എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു ആ സ്വിച്ച് പാക്കിലൊന്ന് തൊട്ടോട്ടെ എന്ന്. അപ്പോൾ ആ കാലമാട് സമ്മതിച്ചില്ല. മനസ്സായില്ലാത്ത തെണ്ടി. എടാ ഞാൻ നിൻ്റെ സ്വിച്ച് പാക്കിൽ തൊട്ടിട്ടില്ലേ, അപ്പോൾ പിന്നെന്താ അവന് സമ്മതിച്ചാൽ? എന്നിട്ട് അവൻ ഇന്ന് എന്നെ കൊണ്ട് കിസ് ചെയ്യിപ്പിച്ചു. ഗതിയിട്ട് ഞാൻ ചെയ്തു.
ഓ ഭാഗ്യം, നിന്നെ തല്ലുമൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ എന്തൊക്കെയാ വിചാരിച്ച്. ഒരു കിസ്സല്ലേ? അല്ല, അവ എന്തിനാ നിന്നെ കൂടി കിസ് ചെയ്യിപ്പിച്ചേ? ശരിയാണല്ലോ. അവനെ കണ്ട അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. അല്ല അതെല്ലാം പോട്ടെ, നിനക്ക് അവനോട് ഇപ്പം ക്രഷ്? എൻ്റെ പൊന്ന് തൃശു, ലോകത്താരെ ക്രഷ് അടിച്ചാലും അവനെ ക്രഷ് അടിക്കരുത്. അതിനേക്കാൾ ഭേദം നീ വല്ല ട്രെയിൻ പാളത്തിൽ തല കൊണ്ട് വയ്ക്കുന്നതാ. എൻ്റെ അമ്മോ, എന്തൊരു സ്വഭാവമാടാ ചെറുക്കൻ്റെ. കടിച്ചീറ് തിന്നാനാ നിൽക്കുന്നത് വല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ കൊണ്ട് തല വെച്ച് കൊടുക്ക് ക്രഷ് അവൻ്റെ. ഞാൻ ടെൻഷൻ അടിച്ചാൽ വന്നത്, തല്ലീന്നും എല്ലാം പറയുമെന്ന്. നീ പറയുന്നിടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചേ. അല്ല എന്നിട്ടവനൊരു റിഗ്രറ്റും ഇല്ലേ നിന്നെ കിസ് ചെയ്തതിന്? എന്നാരും അവിടെ തല്ലിയൊന്നുമില്ല. റിഗ്രറ്റ് എന്തിന്? അയാൾക്ക് റിഗ്രറ്റ് പോയിട്ട് ഒരു സാധനം അയാളുടെ അടുത്തൂടെ പോയിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അയാൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് പണി കൊടുക്കുമെന്ന്. ഏട്ടൻ തന്നെ ആലോചിച്ച് നോക്ക്. എപ്പോഴും അയാൾ എനിക്കിട്ട പണിയായിരുന്നേ, ഇതുപോലെ ഞെട്ടിക്കുന്ന പണി. അതും ഇങ്ങനെ 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 അടുത്ത് മൂക്കിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട്. ഞാനാണെങ്കിൽ എൻ്റെ കൺട്രോള് പോയിട്ടാണെങ്കിൽ. പിന്നെ വേറൊരു കാര്യം, ആ കിസ് ഞാനും ആസ്വദിച്ചായിരുന്നു, അതേറെ കാര്യം. പക്ഷെ അത് ഏട്ടാരനോട് പറയണ്ടെന്ന് കേട്ടോ. ഞാനിങ്ങനെ അറിഞ്ഞിട്ട് വേണം. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, അയാളോട് എനിക്ക് ക്രഷാന്നുള്ള കാര്യം കൊന്നാലും ആരും അറിയാൻ പാടില്ല. ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. എൻ്റെ ഏട്ടനായോണ്ട് ഏട്ടൻ്റെ മനസ്സിൽ വല്ലതും ഇരുന്നില്ലെങ്കിലോ? നിൻ്റെ ഏട്ടനൊക്കെ തന്നെയാ, പക്ഷെ നീ അല്ലെന്നേ ഉള്ളൂ. ഒളിക്കേണ്ടത് ഒളിക്കാനും മറയ്ക്കേണ്ടത് മറയ്ക്കാനൊക്കെ എനിക്കറിയാം കേട്ടോ. അവൻ്റെ ഒരു പിന്നൊരു കാര്യം, ഈ പണിയെടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് നീ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അവൻ്റെ ഇത് തല്ലെന്ന് വാങ്ങിച്ച് കൂട്ടരുത്. ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. ഒന്നാമത് അതൊരു പ്രാന്ത് പിടിച്ച് ചേർക്കനാ. അവൻ എന്താ ചെയ്യുന്നതെന്ന് അവർ തന്നെ അറിയത്തില്ല. നിൻ്റെ ഒരു സ്വഭാവം വെച്ച് നീ പണി കൊടുക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ലതും കാണിച്ചു കൂട്ടി, വല്ല കുണ്ടാമണ്ടിത്തരം കാണിച്ചു കൂട്ടിയിട്ട് പണി വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് മോങ്ങാനേ സമയം കാണത്തുള്ളൂ. എൻ്റെ പൊന്നു മോനെ, അവൻ ഈ കിസ് അത് 2 പ്രാവശ്യമൊക്കെ അടിച്ച സ്ഥിതിക്ക് ഇനി അവൻ വല്ല പണിഷ്മെൻറ്റോ തന്നു കഴിഞ്ഞാൽ അത് ഇതിനും വലുതായിരിക്കും. അതെൻ്റെ അനിയന് താങ്ങാനുള്ള കഴിവ് കാണത്തില്ല. അതുകൊണ്ട് പറയാം, വെറുതെ പണി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ ഡ്രാക്കുളയുടെ പിറകെ നടന്ന് അവൻ്റെ കടി വാങ്ങാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഓ നെഗറ്റീവ്, നീയൊക്കെ ഒരു ചേട്ടനാണോടാ? എന്തൊരു കഷ്ടമാ. എടാ, അവൻ്റെ 2 കിസ് എടുത്തത് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിന് കൊടുക്കാൻ വെച്ചിരുന്ന സാധനമാണ്. അത് നീതി മനസ്സിലാക്കൂ. എനിക്ക് അങ്ങേക്ക് എങ്ങനെയെങ്കിലും 2 പണി കൊടുക്കണം, അത് ഉറപ്പാണ്. ഈ കാഷ്ട്രായിച്ചൻ ചൗധരി എപ്പോഴും സ്വന്തം പേരിങ്ങനെ പൊക്കിയിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പട്ടി, എൻ്റെ പേരെന്താ? എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ എൻ്റെ പേരും പറയും, തൃശ്ശൂർ വിഷ്ണുദാസേ, തൃശ്ശൂർ വിഷ്ണുദാസേ. അതെൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നതെന്ന് കേട്ടാലറിയാം. തേണ്ടി എന്തെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ 2-3 ദിവസം ഉണ്ടല്ലോ, അയാളെന്നെ മറ്റേ എന്തോ പറയുക, സെക്സ്വൽ ടെൻഷനാ ഞാൻ അനുഭവിക്കുന്നത്, അറിയോ? ഒന്നും പറഞ്ഞാൽ ഏട്ടന് മനസ്സിലാവത്തില്ല. ഞാൻ വേറെ ആരോട് പറയാനാ? അവിടെ നിൽക്കുന്ന അതുങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങളൊക്കെ അവൻ്റെ മുമ്പ് പോയി പറയുമ്പോഴത്തേക്കും അയാൾ വീണ്ടും വരുമെന്നേ, ഇതുപോലെ എന്തെങ്കിലും പണിയായിട്ട്. ഞാൻ അതാലോചിച്ചാൽ നിൽക്കുന്നത്. എന്തെങ്കിലും പണി കൊടുക്കണം, പക്ഷെ ആ പണി എനിക്ക് സേഫായിരിക്കണം, അത്രേ ഉള്ളൂ. പണിയൊക്കെ കൊടുക്കുക എളുപ്പമാണ്. ഈ കഥയിൽ പലരും പറഞ്ഞൊരു ഡയലോഗാണ്, മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കണമെന്ന്. വേറൊന്നുമല്ല, ഈ കാശ് ഞെട്ടുന്ന തരത്തിൽ എന്തെങ്കിലും പണി നീ കൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്റ്റക്കാവും. സ്റ്റക്കായി കഴിഞ്ഞാൽ അവൻ കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ പണികളൊന്നും ഇങ്ങോട്ട് വർക്കാവത്തില്ല നിൻ്റെ അടുത്തോട്ട്. അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് നോക്ക്. ഓ, അത് ഞാൻ ഇനി ആലോചിക്കണ്ടേ? അല്ലെങ്കിലും ഏട്ടൻ്റെ തലയിൽ ഇമാതിരി ബുദ്ധികളൊന്നും വരത്തില്ല എന്ന് എനിക്കറിയാം. ഐഡിയ ഞാൻ മൂസാനേട്ടനോട് ചോദിക്കാം. എനിക്കാണ് എന്ന് പറയാണ്ട് ചോദിച്ചു നോക്കാം. അന്നേരം പുള്ളിക്കാരന് ഡൗട്ട് കാണും. ഡൗട്ടുണ്ടെങ്കിൽ പിടിച്ചിരിക്കാനൊക്കെ എനിക്കറിയാം. എന്നിട്ട് പിന്നോട് ശരിയാക്കാം. എൻ്റെ അടുത്ത കളി. താങ്ക് യു ഏട്ടാ. നമുക്ക് പോയാലോ? ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ റഷ്യായിട്ടും ടെൻഷനാവും നമ്മളെ കാണാതായിട്ട്. അത് ശരിയാ. അരമണിക്കൂർ കഴിഞ്ഞു, ബാ പോവാം. പിന്നെ ഈ പണി കൊടുക്കാൻ ഞാൻ ചെറിയൊരു
തട്ടിപ്പിട്ടിയെന്നു വെച്ച് അതേ പിടിച്ച് വേറെ ആ മുസാൻ എന്ന് പറഞ്ഞവൻ്റെ വായിന്ന് വലിയ കിടുക്കാച്ച് ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞോണ്ട് പോയി ചെയ്തിട്ട് പണിയെന്ന് വാങ്ങിച്ച് വെക്കല്ലേ എൻ്റെ പൊന്നുമോനെ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. ഇല്ല ഏട്ടാ, പ്രോമിസ്. ഞാൻ എന്ത് ചെയ്താലും 1000 വട്ടം ആലോചിച്ചിട്ട് ചെയ്തോളൂ, സത്യം. എൻ്റെ അടുത്ത കളി ഏട്ടാ കണ്ടോ? ഞാനൊരു 20,000 വട്ടമെങ്കിലും ആലോചിക്കും ഇതിനെക്കുറിച്ച്. എന്നിട്ട് ചെയ്യാം. അളിയനോട് ചോദിച്ചാലോ? ആ, എനിക്ക് തോന്നുന്നു ഈ സ്ട്രേഞ്ചറായിട്ടുള്ള മുസാനോട് ചോദിക്കുന്നേക്കാളും നിൻ്റെ അളിയനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിൻ്റെ അളിയന് ഇതിന് പ്രത്യേകതരം കഴിവുണ്ടല്ലോ, ഇമാതിരിയുള്ള തെണ്ടിത്തരം പിടിച്ച ഐഡിയാസിനൊക്കെ. ചോദിച്ചു നോക്ക്. പിന്നെ അവ ഐഡിയ പറയുമ്പോൾ അതിൽ നീ സേഫും ആയിരിക്കും. വേറെ ആരെക്കാളും അവൻ്റെ അനിയനെ അവനറിയാമല്ലോ. അപ്പം ആ ഒരു വേർഷനും കൂടെ ചിന്തിച്ചിട്ടേ അവ ഐഡിയ പറയത്തുള്ളൂ. ഏതായാലും അത് ബെറ്റർ ഐഡിയ ആണ്. നീ അരുണിനോട് ചോദിക്കും. ആ ദേ വന്നല്ലോ. പോവാടാ. ഇഗാഷ് വിളിച്ചിരുന്നു. സേഫ് അല്ലേ? നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോ? അടുത്തുണ്ടോ? അവന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു 100 ചോദ്യമായിരുന്നു. എവരെ ഇവിടെ കണ്ടാലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി നീയായിട്ട് നിന്റെ ഈ പൊട്ട വാഗുണ്ട് അവിടെ ചെന്ന് വിളിച്ചു പോകാതിരുന്നാൽ മതി കേട്ടോ. മണ്ടത്തരം മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യം ഒന്നും പറഞ്ഞേക്കില്ലേ, പിന്നെ നിന്നെ വെളിയിൽ വിടത്തില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാന്നാ പറഞ്ഞേ. ബാ പോവാം. ഓ, എന്നെ ഏത് രീതിയിൽ കൂടെ തളർത്താമെന്ന് ആലോചിക്കാനായിരിക്കും അയാൾ ഞാൻ എവിടെയും ചോദിക്കുന്നത് വിളിച്ചിട്ട്. അതെ ഋഷിയേട്ടാ, എനിക്കൊന്ന് അളിയനോട് സംസാരിക്കണമായിരുന്നു. ഒരു 10 മിനിറ്റ് മതി പ്ലീസ്. ഒരു 10 മിനിറ്റ് അല്ലേ പ്ലീസ്? ഓ എന്റെ പൊന്നടാ, അവനെങ്ങാണം ഈ വിളിക്ക് ഇങ്ങോട്ട് അങ്ങനെ കയറി കാറും എടുത്തോണ്ട് വന്നാലുണ്ടല്ലോ എല്ലാം കൊളാവും. ഞാൻ അവനോട് മൊട്ടം കള്ളം പറഞ്ഞേക്കുന്നേ. അറ്റ് ലാസ്റ്റ് അവൻ എന്നെ കൂടെ എടുത്ത് പഞ്ഞിക്കിട്ടേണ്ട നീ കാണേണ്ടി വരും. പോയിട്ട് വാ. താങ്ക് യു അളിയ. വന്നേ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ഹലോ ഋഷി, അല്ല ഈ കഷാങ്ങൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടോ? അവന് വല്ല ഡൗട്ട് തോന്നി അവൻ ചാടിക്കറി വരത്തില്ലേ? ചാൻസ് കൂടുതലാണ്, പക്ഷേ ഇല്ല. അവൻ മീറ്റിങ്ങിലെന്നാ പറഞ്ഞേ വിളിച്ചപ്പോൾ. അതുകൊണ്ട് സീനില്ല. ത്രിലോക് അവൻ 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 ഹാപ്പിയാണല്ലോ അല്ലേ? അല്ല, തന്നോട് പേഴ്സണലി സംസാരിച്ചല്ലോ. അവൻ പ്രശ്നമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അവിടെ. അല്ല, ഞങ്ങളെപ്പോഴും അവൻ്റെ പിറകെ കാണത്തില്ല, അതുകൊണ്ടാ. പക്ഷെ കണ്ടെടുത്തോളം അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ. തന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ത്രിലോക് അവൻ 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 ഹാപ്പിയാണല്ലോ അല്ലേ? അല്ല, തന്നോട് പേഴ്സണലി സംസാരിച്ചല്ലോ. അവൻ പ്രശ്നമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അവിടെ. അല്ല, ഞങ്ങളെപ്പോഴും അവൻ്റെ പിറകെ കാണത്തില്ല, അതുകൊണ്ടാ. പക്ഷെ കണ്ടെടുത്തോളം അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ. തന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അങ്ങനെ ടെൻഷൻ അടുപ്പിക്കത്തോണം അവ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്നാലും താനിങ്ങനെ ചോദിച്ചുകൊണ്ടൊരു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അവനൊന്നും പറയാത്തതുകൊണ്ട് ഞാൻ അവനെ വിശ്വസിക്കാം. ബിക്കോസ് അവൻ എന്നോട് ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. ഏതായാലും അവനെ ദേഹോപദ്രവമൊന്നും ചെയ്തില്ലല്ലോ ആരും. അതിന് തന്നെ താങ്ക്സ്. അതൊന്നും അവന് ശീലമില്ലാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ട്. പിന്നെ തൻ്റെ അനിയൻ്റെ കുറച്ച് വിലാസങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. തൻ്റെ അനിയനെ കുറച്ച് ഉമ്മിക്കൽ കൂടുതലാണല്ലോ എൻ്റെ അനിയനെ പിടിച്ച്. പിന്നെ അത് ഞാനൊന്നും അല്ല, അതോർത്താൽ തൻ്റെ അനിയന് നല്ലത്. ഒരെണ്ണം കിട്ടിയാൽ തിരിച്ചിരട്ടിയായിട്ട് പണി കൊടുക്കാതെ പോയ ഞാഞ്ഞൂല് അടങ്ങത്തില്ല. ഏതായാലും അനിയനിന് ഏത് വാക്കി കൂടെ പണി വരുന്നെന്ന് മാത്രം നോക്കിയാൽ മതി. അതിനാ അളിയനെ വിളിച്ചുകൊണ്ട് പോയേക്കുന്നത്. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവനത് മിക്കവാറും ഇന്ന് തന്നെ കാച്ചും. അന്തസ് എങ്ങനെ ഇരിക്കുന്നു? ഞാനൊരു കാര്യം പറയട്ടെ ത്രിലോക്. നമ്മളിപ്പോൾ പരിചയപ്പെട്ടതേ ഉള്ളൂ, എന്നാലും ഇഗാഷിനെ എനിക്ക് മുന്നേ അറിയാമെന്നുള്ളതുകൊണ്ട് പറയാം. പിന്നെ ഞാനും തൃശ്ശൂരും പരിചയപ്പെട്ടിട്ട് കുറച്ചേ ആയിട്ടുള്ളെങ്കിലും എനിക്ക് അവനെയും നന്നായിട്ടറിയാം. അവനൊരു പാവമാണ്. ഈ കൊച്ചുപിള്ളേരെ പോലെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ച് വയ്ക്കുമെന്നല്ലാണ്ട് അവൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അറ്റ് ലാസ്റ്റ് പണി കൊടുക്കാൻ പോയിട്ട് അവനായിട്ട് പണി വാങ്ങുന്ന അവസ്ഥ ഉണ്ടാവാതിരുന്നാൽ മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. താൻ പേടിക്കണ്ടോ, എൻ്റെ അനിയനെ എനിക്ക് നന്നായിട്ട് അറിയാം എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കാം, അവൻ എന്തായാലും രണ്ടും കൽപ്പിച്ച. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാലോ വീട്ടിൽ അച്ഛൻ പറഞ്ഞാൽ പോലും അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാറില്ല. ഏതായാലും
ആരുമല്ലേ കൊണ്ടുപോയിരിക്കുന്നേ. അവൻ എന്തായാലും അവന് പ്രശ്നം വരുന്ന ഒരു ഐഡിയയും പറഞ്ഞു കൊടുക്കത്തില്ല. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. ദൈവമേ, നീ ആ തിട്ടപ്പുറത്തുനിന്നും കൂടെ താഴോട്ട് ഇറങ്ങിക്കേ. അവൻ കിസ് ചെയ്തോ നിന്നെ? എന്നിട്ട് ഇന്ന് രാവിലെ നിന്നെ കൊണ്ട് അവനെ കിസ് ചെയ്യിപ്പിച്ചോ? നീ പോയേ. എൻ്റെ നീ അങ്ങനെയൊന്നും കാണിക്കത്തില്ല. അവൻ ഭയങ്കര കോൾഡാ. അവൻ ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല വലുതായതിനു ശേഷം. നീ തള്ളല്ലേ തൃശൂ? അളിയെന്നെ നോക്കത്തില്ല, മൂക്കിട്ടിടിച്ചിരുന്ന് നോക്കും. എടോ, ഞാനെന്തിനാ അവിടെ കള്ളം പറയുന്നത്? നിങ്ങളൊക്കെ പറയുന്ന കേട്ടാ തോന്നും ഞാൻ അയാളെ കിസ്സടിച്ചെന്നും അയാൾ എന്നെ കിസ്സടിച്ചെന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തിനുള്ള ദേശീയ പുരസ്കാരം കിട്ടുമെന്ന്. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ? ഞാൻ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. ഞാൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല. പാവം എൻ്റെ ഏട്ടൻ പറഞ്ഞപ്പോൾ തന്നെ വിശ്വസിച്ചു. അതെ, ഞാൻ തന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ടോന്നേ? ഇതേ അളിയ, എൻ്റെ വായനൊന്നും കേൾക്കല്. അളിയനിപ്പോൾ ഐഡിയ പറഞ്ഞ് തരാൻ പറ്റുമില്ലേ? അളിയൻ്റെ അനിയൻ്റെ സ്വഭാവം അളിയന് നന്നായിട്ടറിയാം. അങ്ങേര് ഞെട്ടുന്ന തരത്തിലൊരു ഐഡിയ എനിക്ക് പറഞ്ഞാൽ എനിക്കൊരു പണി കൊടുക്കണം. 2 കിസ് എൻ്റെ നോസിനെടുത്തത് പട്ടി. അത് പറ്റത്തില്ല അളിയ. ഞാനും മനുഷ്യനാണ്, എനിക്കറിയാം അളിയൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അളിയൻ്റെ അനിയനെ ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ട് പുള്ളിക്കാരന് ദോഷം വരാത്ത, എനിക്ക് ദോഷം വരാത്ത രീതിയിലൊരു ഐഡിയ പറഞ്ഞു തരുമോ? ഞാൻ നിന്നെ വിശ്വസിച്ചു. ഐഡിയ കൊണ്ട് നീ പറഞ്ഞു വരുന്നത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അളിയനെന്ന് എൻ്റെ അനിയൻ ഞെട്ടയും വേണം. ഐ മീൻ എൻ്റെ അനിയൻ കുറച്ച് ദിവസത്തേക്ക് അടങ്ങിയിരിക്കണം അല്ലേ, നിൻ്റെ അടുത്ത് ഇമാതിരി പ്രവർത്തികൾ കാണിക്കാതെ. അതുമാത്രമല്ലാണ്ട് നിനക്ക് കുറച്ച് ദിവസത്തേക്ക് സന്തോഷം കിട്ടണം. അവൻ കുറച്ച് ഗ്യാപ്പിട്ട് നിൽക്കുമ്പോൾ അതല്ലേ നീ ഉദ്ദേശിച്ചത്? ഐഡിയ ഉണ്ട്, പക്ഷെ അത് വർക്കാവോന്നറിയത്തില്ല. വർക്കായ അവൻ കുറച്ച് ബാക്ക് വലിക്കും. എന്തോ ഐഡിയ? ഐഡിയ ഭയങ്കര സിമ്പിളാ, ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഈ പണ്ട് തൊട്ടേ അവൻ്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അവൻ്റെ ഈ വീക്ക്നെസ് പോയിന്റും അറിയാം. അവൻ്റെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് വെച്ചോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 2-3 ദിവസം മൂഡ് ഓഫ് ആയിരിക്കും. വേറെ ഒന്നുമല്ല, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് അവന് ഫീലിങ്സ് ഇല്ലെങ്കിൽ അവൻ ഓഫ് കോഴ്സ് എന്തായാലും നോ പറയും. അവൻ ഇപ്പം നീ പോയി പറഞ്ഞാലും നിൻ്റെ അടുത്ത് ഉടനെ അവൻ നോ പറയും. അത് വേറെ കാര്യം. അത് അവൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് പിന്നീട് അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അയാൾക്ക് വിഷമമായോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ പുറമെ കാണുന്ന കോൾഡ്നെസ് ഒക്കെ ഉള്ളൂ, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറുതായിട്ട് വീക്കാണ് പുള്ളിക്കാരൻ. നീ ചെന്നൊന്ന് ഐ ലവ് യു എന്ന് പറ. അപ്പോൾ മിക്കവാറും 2-3 ദിവസം നിന്റെ മൈൻഡ് പോലും ചെയ്യാൻ ചാൻസ് ഇല്ല. ഞാൻ ഐ ലവ് യു എന്നൊക്കെ പറയാം, പക്ഷെ ഞാൻ പറയുന്നത് ഇനി എങ്ങാനും ഇക്കാശ് സീരിയസ് ആയിട്ട് എടുത്താലോ? എടാ ബുട്ടൂസേ, അതല്ലേ ഞാൻ പറഞ്ഞേ, അവനും പ്രശ്നമില്ല നിനക്കും പ്രശ്നമില്ലാത്ത ഐഡിയ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എടാ, ഒന്നാമത് അവൻ എൻഗേജ്ഡ് ആണ് സാറയായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് റിജക്റ്റ് ചെയ്യും. പക്ഷെ അവൻ്റെ മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കും. അത് വേറെ കാര്യം. നിനക്ക് വിഷമമായോ? മേ ബി ചിലപ്പോൾ നിന്നോട് വന്ന് ചോദിക്കാം നിനക്ക് വിഷമമായെന്ന്. അന്നേരം നീ പറയണം ആന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പം പിന്നെ അവൻ അങ്ങ് മിണ്ടാതെ പൊക്കോളും. ഈ ഒരാഴ്ച അവന് പിന്നെ അതിൻ്റെ ഒരു സംഭവമായിരിക്കും. അതായത് കുറച്ച് ഉഷാറാണത്തില്ല. അത് കഴിയുമ്പോൾ പിന്നെ ഓക്കെ ആയിക്കോളും. ഇതുവരെ കണ്ടത് വെച്ച് അവ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിനക്ക് അവനോട് ചെറിയ ക്രഷ് അല്ലേ ഉള്ളൂ. നിനക്കൊണ്ടായിട്ട് കാര്യമില്ലല്ലോ, അവനും കൂടി വേണ്ടേ? പിന്നെ ഉറപ്പാ അവൻ സാറായിട്ട് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അവന് നിന്നോട് ഒരിതും തോന്നാൻ ഒരു വഴിയില്ല. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവന് നിന്നോട് കടുത്ത ദേഷ്യമായിരിക്കും. ഒന്നാമത് നിൻ്റെ ഈ സംസാരം. അവന് എൻ്റെ ഏറ്റവും വലിയ പേടി ഏതായിരുന്നു വീട്ടിൽ ഇരുന്നപ്പോൾ, നീ സംസാരിച്ച് അവൻ്റെ തല്ലി വാങ്ങിച്ചാലോ എന്ന്. ഭയത്തിന് നീ സംസാരിച്ച് ഉമ്മയല്ലേ വാങ്ങിച്ചോളൂ സമാധാനം. ഇപ്പോഴേ സമാധാനമായത്. സത്യം പറയാമല്ലോ, അവൻ്റെ ലൈഫിൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ കിടന്ന് കലബല അവൻ്റെ ചെവിയുടെ അടുത്ത് നിന്ന് അവൻ്റെ ചെവി തിന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ അപ്പം അവിടെ തെളിയിച്ചു പോകും. ആ ടൈപ്പാ. നിന്നെ എങ്ങനെ സഹിക്കുന്നെന്ന് കൂടെ തമ്പുരാന് മാത്രം അറിയാം. എനിവേ, നീ ഏതായാലും ഇത് ചെയ്തു നോക്ക്. ഇതാകുമ്പോൾ നിനക്കും അധികം റിസ്ക് ഇല്ല, അവനും അധികം റിസ്ക് ഇല്ല. ഓക്കെ ഫൈൻ, അത് ശരിയാ. ഇതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. അയാൾ എൻഗേജ്ഡ് ആയിട്ടും ഇടയ്ക്കിടയ്ക്ക് എന്നെ പിടിച്ച് കിസ് ചെയ്യും. അപ്പം എങ്കൊച്ചങ്ങനെ അറിഞ്ഞ് എന്തോ അത്ര വിഷമിക്കും. അളിയും തന്നെ പറ. പിന്നെ അളിയൻ പറഞ്ഞത് ശരിയാ, എനിക്കിട്ടിപ്പോഴും ക്രഷ് ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരിക്ക് എന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ.
പിന്നെ അളിയൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ശരിയാ, അങ്ങേരിക്കുന്ന കണ്ണെടുത്ത് കണ്ടുകൂടാ. അപ്പം അങ്ങേരെ മാനസികമായി തളർത്താന്നാണ് അളിയൻ പറയുന്നത്. എന്നാ ഇത് ഫിക്സഡ്. ഫിക്സഡെങ്കിൽ വാ പോവാം. അപ്പം തന്നെ ടൈം ഒരുപാടായി. പിന്നെ ഒരു കാര്യം, ഇതെങ്ങാനും പാളിപ്പോയിട്ട് ഇത് ഞാൻ പറഞ്ഞതെന്നൊന്നും എൻ്റെ അനിയനോട് പറഞ്ഞു കൊടുക്കില്ല. എനിക്ക് അവൻ്റെ തല്ലുകൊള്ളാൻ വയ്യ, അതുകൊണ്ടാണ്. പിന്നെ അവൻ്റെ ഒരു വീക്ക്നെസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീതി തന്നെ ചെയ്യണമെന്നില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് വേറെ വല്ല ഐഡിയ കിട്ടുവാണെങ്കിൽ നീ അത് ചെയ്താലും മതി കേട്ടോ. പിന്നെ എത്രേ ഉള്ളൂ, വാ. ടൈം ഒരുപാടായി. ഇനി നമ്മളിവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ അവരെല്ലാം കൂടി ഇങ്ങോട്ട് വരും. പിന്നെ നിൻ്റെ ഈകാശിൻ്റെ സ്വഭാവം വെച്ച് ഇത്രയും ലേറ്റായി അവന് വല്ല ഡൗട്ടും അടിച്ചാലേ അവൻ ഓഫീസിൽ നിന്ന് കാർ കൊടുത്തോണ്ട് ഇങ്ങോട്ട് വരും. വാ. ഓ അളിയ, അത് എൻ്റെ കാശല്ല, നിങ്ങളുടെ അനിയനാ, നിങ്ങളുടെ കാശ്, അങ്ങനെയാണോ പറയാം. വാ. ഞാനിത് എന്ത് പരിപാടി കാണിച്ചേ? അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാണ്? അവൻ്റെ കയ്യിരിപ്പുണ്ടല്ലേ. എന്നാലും ഈ പണിഷ്മെൻ്റൊക്കെ കൊടുപ്പിക്കുകയെന്ന് വെച്ചാൽ, അതും ഈ ഞാനെന്താ ഈ കിസ് വിട്ട് പോവാത്തേ? ആ ചെറുക്കം വിചാരിച്ചാണ് ഞാൻ വല്ല പ്ലേ ബോയും ആയിരിക്കും. ഇനിയെങ്ങാനും ഇതവൻ അവിടെ ഉള്ളവരോട് പറയോ? അവിടെ ഉള്ളവരോടല്ല, ഋഷിയോട് പറയോ? പറയത്തൊന്നുമില്ല. ഇതിപ്പോൾ അവൻ എന്നെ ഇങ്ങോട്ട് വെച്ചല്ലേ, പിന്നെ എന്തിനാവൻ പറയുന്നത്? എന്നാലും ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി വെപ്പിച്ചല്ലേ, പറയാൻ ചാൻസ് ഉണ്ട്. രാവിലത്തെ ഇൻസിഡൻറ്റിന് ശേഷം അവന് ചെറിയ പേടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവൻ പറയത്തില്ല. എന്നാൽ എനിക്കിതെന്ത് പറ്റി? അവൻ അടുത്ത് വന്ന് അപ്പം പണിഷ്മെൻ്റ് കൊടുക്കാൻ തോന്നുന്ന കിസാണല്ലോ. എന്തോ തകരാറുണ്ട്. ആ ചെറുക്കൻ ഇതാരോടെങ്കിലും പറഞ്ഞ പിന്നെ തലയിൽ കൂടെ മുണ്ടിട്ടുണ്ടോ നടക്കേണ്ടി വരുമല്ലോ. അവൻ പറയാൻ ചാൻസ് കൂടുതലാണ്. ഇന്നാണെങ്കിൽ ഋഷിക്കും അവനും ഒരുപാട് ടൈം കിട്ടും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വിളിച്ചപ്പോഴും അവൻ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പോയാൽ മതിയായിരുന്നു ഓഫനേജിൽ, അതാകുമ്പോൾ അവനെയൊന്നും കൊണ്ടുപോകണ്ടല്ലോ. ഏതായാലും വൈകിട്ട് പോകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പേടിപ്പിച്ച് നിർത്താം. എൻ്റെ പൊന്നികാശെ, കിസ് വഴിയല്ല, വേറെ എന്തെങ്കിലും വഴി നീ പേടിപ്പിച്ചോ. ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അവൻ്റെ അടുത്ത് ചെല്ലുമ്പം ഞാൻ എൻ്റെ മോട്ടിവേഷനൊക്കെ മറന്നു. ചെറുക്ക എന്ത് ലുക്ക്! ആ വിഷ്ണുദാസ് പറട്ടേക്ക് ഇത്രയും നല്ല മോനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ മുമ്പേ തട്ടിക്കൊണ്ടുവന്നേനെ. ഞാനിത് എന്തൊക്കെ നിന്ന് പറയണ ദൈവമേ. കൺട്രോൾ യുവർ സെൽഫ്. ഇനി അവൻ്റെ അടുത്ത് ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ ഇടപെടണം.